സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പോകുന്നത് പുതിയ ഒരു ചാപ്റ്ററിലേക്കാണ്. ദാറ്റ് ഈസ് ബൈനോമിയൽ തിയറം. നമ്മൾ ഫസ്റ്റ് ഇയർ NCERT-യിലെ 8th ചാപ്റ്ററാണ് ബൈനോമിയൽ തിയറം. നമ്മൾ NCERT-യിൽ ബൈനോമിയൽ തിയറവുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങൾ ആ ചാപ്റ്ററിൽ വളരെയധികം കുറവാണ്. a+b⁴n എക്സ്പാൻഷനും അതിൻ്റെ ജനറൽ ടേം, മിഡിൽ ടേം, പീത്ത് ടേം ഫ്രം ദ എൻഡ്, അതുപോലെ കോഎഫിഷ്യൻ്റ് ഓഫ് എ പർട്ടിക്കുലർ ടേം, പിന്നെ ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ്, ഇത്രയും കാര്യങ്ങൾ മാത്രമേ NCERT-യിൽ നമുക്ക് ഡിസ്കഷനിൽ വരുന്നുള്ളൂ. അതുകൊണ്ട് NCERT-ൻ്റെ ബേസിസിൽ നമ്മൾ നോക്കുമ്പോൾ ബൈനോമിയൽ തിയറം വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതിലുള്ള കണ്ടന്റുകളെല്ലാം നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കുകയും ചെയ്യാം. ഒരുമാതിരി കുട്ടികളൊക്കെ +1 പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്ത് ബൈനോമിയൽ തിയറം A to Z എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. ബൈനോമിയൽ തിയറത്തിൽ നിന്ന് ചോദിക്കുന്ന 4 മാർക്കിന് അവർ അല്ലെങ്കിൽ 6 മാർക്കിന് കുട്ടികൾ ആൻസർ ചെയ്യാറുണ്ട്. പക്ഷേ എൻട്രൻസിന് വരുന്ന ബൈനോമിയൽ തിയറത്തിലെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എന്താണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് തന്നെ പൊതുവിൽ കുട്ടികൾക്ക് മനസ്സിലാവാറില്ല. പലപ്പോഴും ബൈനോമിയൽ തിയറത്തിലെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത് ബൈനോമിയൽ തിയറത്തിലെ ക്വസ്റ്റ്യൻ ആണെന്ന് പോലും കുട്ടികൾക്ക് മനസ്സിലാവാറില്ല. ഏത് ചാപ്റ്ററിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ എന്ന് പോലും പിടികിട്ടാറില്ല. എന്ന് വെച്ചാൽ വി ഹാവ് ടു സ്റ്റഡി എ ലിറ്റിൽ ബിറ്റ് ബിയോണ്ട് NCERT. NCERT-യിലുള്ള ആ നിസ്സാര കണ്ടന്റുകൾ മാത്രമായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഈ എക്സ്ട്രാ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ NCERT-യിലുള്ള കണ്ടന്റിൻ്റെ എക്സ്റ്റൻഷൻ തന്നെയാണ്, അതിൻ്റെ ഒരു തുടർച്ച മാത്രമാണ്. അതുകൊണ്ട് ആദ്യം നമുക്ക് NCERT-യിൽ പറയുന്ന കാര്യങ്ങൾ A to Z തറോ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ എന്താണ് ബൈനോമിയൽ? ബൈ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം 2 എന്നാണ്. നോമിയൽ എന്ന് വെച്ചാൽ ടേംസ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ടേമാണ്. അപ്പോൾ ബൈനോമിയൽ എന്ന് വെച്ചാൽ 2 ടേംസ്, ട്രൈനോമിയൽ എന്ന് വെച്ചാൽ 3 ടേംസ്, ക്വട്രാനോമിയൽ എന്ന് വെച്ചാൽ 4 ടേംസ്, പൊളിനോമിയൽ എന്ന് വെച്ചാൽ ഒരുപാട് ടേംസ്. അങ്ങനെ നമ്മൾ പോളിനോമിയൽ P of X എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് ബൈനോമിയൽ എന്ന് പറയുമ്പോൾ വി ക്യാൻ സേ ദാറ്റ് ഈസ് A+B. A ഈസ് 1 ടേം, B ഈസ് അനദർ ടേം. അങ്ങനെ 2 ടേംസിൻ്റെ സമ്മായിട്ട് നമുക്ക് A+B എന്ന് പറയാം. ഒരു സ്റ്റാൻഡേർഡ് ബൈനോമിയൽ ഈ രൂപത്തിലാണ് ഉണ്ടാവുക. ദാറ്റ് ക്യാൻ ബി x+x² അല്ലെങ്കിൽ 2x + 1/x, എനിത്തിങ്. 2 ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള 2 ടേംസിൻ്റെ സം, അതാണ് ബൈനോമിയൽ. സോ ബൈനോമിയൽ തിയറം ഈസ് എ തിയറം റിഗാർഡിംഗ് ദ ഇൻഡിസസ് ഓഫ് A+B അഥവാ A+b⁴n. അതിൻ്റെ എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ബൈനോമിയൽ തിയറം ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് 4 രീതിയിൽ ഈ ബൈനോമിയൽ തിയറത്തിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഒന്നാമത്തത് A+b⁴n-ൽ n ബിലോങ്സ് ടു പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്, 2 n ബിലോങ്സ് ടു പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ്, 3 n ബിലോങ്സ് ടു നെഗറ്റീവ് ഇൻറ്റിജേഴ്സ്, 4-മത്തത് n ബിലോങ്സ് ടു നെഗറ്റീവ് ഫ്രാക്ഷൻസ്. ഇങ്ങനെ 4 രീതിയിലുണ്ട്. അതിൽ NCERT പരാമർശിക്കുന്ന ബൈനോമിയൽ തിയറം n ബിലോങ്സ് ടു നാച്ചുറൽ നമ്പേഴ്സ് അഥവാ ബൈനോമിയൽ തിയറം ഫോർ പോസിറ്റീവ് ഇൻ്റഗ്രൽ ഇൻഡെക്സ് മാത്രമേ നമുക്ക് NCERT പറയുന്നുള്ളൂ. അതിനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ബൈനോമിയൽ തിയറം എക്സ്ട്രാ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും അധികം ആവർത്തിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ളതും ഈ പോസിറ്റീവ് ഇൻ്റഗ്രൽ ഇൻഡെക്സിൽ തന്നെയാണ്. എന്ന് വെച്ചാൽ ബൈനോമിയൽ തിയറം ഫോർ പോസിറ്റീവ് ഇൻ്റഗ്രൽ ഇൻഡെക്സ്. നമ്മളിങ്ങനെ എഴുതുന്ന പവറുകളെ നമ്മൾ പൊതുവിൽ ഇൻഡെക്സ് എന്നാണ് വിളിക്കുക. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് കൂടാതെ 3 ടൈപ്പ് ഉണ്ട്. ഇതൊന്നും നമുക്ക് വിശദമായിട്ട് പഠിക്കാനില്ലെങ്കിലും നമുക്കൊരു സീരീസ് തന്നു കഴിഞ്ഞാൽ അതിനെ 1+x⁴n അല്ലെങ്കിൽ A+b⁴n എന്ന് പറയുന്ന ഫോമിൽ എത്തിയിട്ട് അതിൻ്റെ വാല്യുവേറ്റ് ചെയ്യുക. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ നിന്നൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ n-ൻ്റെ വാല്യൂ 3/4, 4/5 എന്നൊക്കെ പറയുന്ന പോസിറ്റീവ് ഫ്രാക്ഷൻസ് വരാം. അല്ലെങ്കിൽ A+b⁴ -2, A+b⁴ -3, A+b⁴ -5 അതുപോലെയുള്ള നെഗറ്റീവ് ഇൻഡിജർ ഇൻഡെക്സ് വരാം, ഫ്രാക്ഷണൽ ഇൻഡെക്സ് വരാം. ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല, നോട്ട് ഇൻ ഡീറ്റെയിൽ. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു ബേസിക് എക്സ്പാൻഷൻ എന്താണ് എന്ന് നമ്മൾ അറിയണം. ഇതിൻ്റെ പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A+b⁴n-ൽ n പോസിറ്റീവ് ഇൻ്റഗ്രൽ ഇൻഡെക്സ് അഥവാ നാച്ചുറൽ നമ്പർ വരുന്ന സമയത്ത് A+b⁴n-ൻ്റെ എക്സ്പാൻഷൻ സീരീസ് നമുക്കറിയാം. ഇതിന് NC0 A⁻n+NC1 A⁻n-1b അങ്ങനെ ഒരു സീരീസ് ആയിട്ടാണ് നമ്മൾ എഴുതുക. ആ സീരീസ് ഒരു ഫൈനൈറ്റ് സീരീസ് ആയിരിക്കും. അതിനകത്ത് ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസേ ഉണ്ടാവുള്ളൂ. എത്രയാണ് നമ്പർ ഓഫ് ടേംസ് എന്ന് നമുക്കറിയാം. A+b⁴n കണ്ടെയ്ൻസ് n+1 ടേംസ്. A+b⁴ 3 ടേംസ് ആണ് ഉണ്ടാവുക. A+b⁵ 4 ടേംസ് ആണ് ഉണ്ടാവുക. അങ്ങനെ ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ആണ് ഉണ്ടാവുക. ബാക്കി ഈ 3 എണ്ണത്തിലും പോസിറ്റീവ് ഫ്രാക്ഷണൽ ഇൻഡെക്സ്, നെഗറ്റീവ് ഇൻ്റഗ്രൽ ഇൻഡെക്സ്, നെഗറ്റീവ് ഫ്രാക്ഷണൽ ഇൻഡെക്സ്, ഇതിനകത്ത് എല്ലാം ഇൻഫിനിറ്റ്ലി മെനി സീരീസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഇതെല്ലാം ഇൻഫൈനൈറ്റ് സീരീസ്, ഇൻഫൈനൈറ്റ്ലി മെനി ടേംസ് ഉണ്ടാവും, ഇൻഫൈനൈറ്റ് സീരീസസ്, ആൻഡ് ദിസ് ഇസ് ഫൈനൈറ്റ്. A+b⁴n-ൽ പോസിറ്റീവ് ഇൻറ്റിജർ വരുന്ന സമയത്ത് ഫൈനൈറ്റ് ആണ്. ആ ഫൈനൈറ്റ് എത്ര ടേംസ് ആണ് അതും കൂടി നമുക്ക് അവിടെ മെൻഷൻ ചെയ്യാം. ഫൈനൈറ്റ് അഥവാ n+1 ടേംസ്, n+1 ടേംസ് ഉള്ള ഫൈനൈറ്റ് സീരീസ് ആണ് A+b⁴n-ൽ when n is a പോസിറ്റീവ് ഇൻറ്റിജർ. ബാക്കിയെല്ലാം ഇൻഫൈനൈറ്റ്ലി മെനി ടേംസ് ആണ് ഉണ്ടാവുക. ഇങ്ങനെ 4 ടൈപ്പ് സീരീസ് ഉണ്ട്. അതിൽ നമുക്ക് ഏറ്റവും ആദ്യം ഫോക്കസ് ചെയ്ത് പഠിക്കാനുള്ള ഈ ഏരിയ ആണ്. ഇതിൽ തന്നെയാണ് ഏറ്റവും അധികം നമ്മൾ ചാപ്റ്ററിൻ്റെ 90% കൂടുതലും, അതായത് നമ്മൾ എക്സ്റ്റെൻഡ് NCERT കൂടാതെ നമ്മൾ പഠിക്കുന്നിടത്തും നമുക്ക് 90% കൂടുതലും ഈ ഏരിയ തന്നെയാണ്. ഇതെല്ലാം അവസാനം ലാസ്റ്റ് നമുക്ക് ഫ്രാക്ഷണൽ ഇൻഡെക്സ്, നെഗറ്റീവ് ഇൻറ്റിജർ ഇൻഡെക്സ് എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് നോക്കിപ്പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. A+b⁴n for positive
integral index. നമുക്ക് ആദ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ആരംഭിക്കാം. a plus b whole raised to 0 contains only one term, that is 1 itself. a plus b whole raised to 1 contain two terms, those are a and b. a plus b itself. a plus b the whole square contains a square plus 2ab plus b square. a plus b the whole cube contains, ഇതൊക്കെ നമുക്ക് ചെറിയ ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചതാണ്. a cube plus 3a square b plus 3ab square plus b cube. Then a plus b the whole raised to 4 is equal to a raised to 4 plus 4a cube b plus 6a square b square plus 4ab cube plus b raised to 4. Then a plus b the whole raised to 5 is equal to a raised to 5 plus 5a raised to 4b plus 10a cube b square plus again 10a square b cube plus 5ab raised to 4 plus b raised to 5. Then we have a plus b the whole raised to 6 is equal to a raised to 6 plus 6a raised to 5b plus 15a raised to 4b square plus 20a cube b cube plus again 15a square b raised to 4 plus 6ab raised to 5 plus b raised to 6. ഇത്രയാണ് എ പ്ലസ് ബി ഓൾ റൈസ് ടു 6 വരെ എല്ലാവരും ബൈഹാർട്ട് പഠിച്ചു വെക്കണം. ഇത് കഴിഞ്ഞ് എ പ്ലസ് ബി ഓൾ റൈസ് ടു n പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ NC0 എ റൈസ് ടു n പ്ലസ് NC1 എ റൈസ് ടു n-1 അങ്ങനെയൊക്കെ പഠിക്കും. പക്ഷേ എ പ്ലസ് ബി ഓൾ റൈസ് ടു 6 വരെ നമ്മൾ 60, 61, 62 എന്നൊന്നും പറയരുത്. അതുവരെയുള്ള കോഎഫിഷ്യൻസ് എല്ലാവർക്കും നിർബന്ധമായിട്ടും ബൈഹാർട്ട് ആവണം. വേണമെങ്കിൽ എ പ്ലസ് ബി ഓൾ റൈസ് ടു 7 കൂടി പഠിച്ചു വെക്കാം. ഇത് നിർബന്ധമില്ല. എ പ്ലസ് ബി ഓൾ റൈസ് ടു 6 വരെ വളരെ കമ്പൽസറി ആണ്. ഫ്രീക്വൻ്റ്ലി പല ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെ ആവർത്തിച്ച് വളരെ അധികം അത് വരും. അപ്പോൾ എപ്പോഴും ഇങ്ങനെ 60, 61, 62 അതുപോലെ 5C0, 5C1, 5C2 എന്നൊക്കെ എഴുതി എഴുതാൻ വേണ്ടി പോയാൽ ആ കോമ്പിനേഷൻ ടേംസുകളൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് നമുക്ക് ഒരുപാട് സമയം അവിടെ നഷ്ടം വരും. അതുകൊണ്ട് അതെല്ലാം ബൈ ഹാർട്ട് പഠിച്ചു വെക്കുക. വേണമെങ്കിൽ എ പ്ലസ് ബി ഓൾ റൈസ് ടു 7 കൂടി നോക്കിക്കോ. എ റൈസ് ടു 7 പ്ലസ് 7 എ റൈസ് ടു 6 ബി പ്ലസ് 21 എ റൈസ് ടു 5 ബി സ്ക്വയർ പ്ലസ് 35 a raised to 4 b cube plus again 35 a cube b raised to 4 plus 21 a square b raised to 5 plus 7a b raised to 6 plus b raised to 7. Okay. ഇനി നമുക്കിതിൽ ഒരുപാട് ഒബ്സർവേഷൻസ് ഇതും വേണമെങ്കിൽ പഠിച്ചു വെക്കാൻ നിർബന്ധമില്ല. എ പ്ലസ് ബി ഓൾ റൈസ് ടു 6 വരെ എപ്പോഴും ആവശ്യം വരുന്നതായതുകൊണ്ട് നമ്മൾ അത്രയും കോഎഫിഷ്യൻസ് ബൈ ഹാർട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. എ പ്ലസ് ബി ഓൾ റൈസ് ടു 0 1 മാത്രമേ ഉള്ളൂ. എ പ്ലസ് ബി ഓൾ റൈസ് ടു 1 1 1 അത് പിന്നെ പ്രത്യേകിച്ച് പറയണ്ട. ഇവിടെ 1 2 1 ആണ് കോഎഫിഷ്യൻസ്. ഇവിടെ 1 3 3 1 ഇൻ എ പ്ലസ് ബി ഓൾ റൈസ് ടു 4 1 4 6 4 1. അതെങ്ങനെയാണ് ആ പാറ്റേൺ വരുന്നത്? ഈ കോഎഫിഷ്യൻറ്റുകളുടെ നമ്പേഴ്സ് എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ നമുക്ക് വിശദമായി തന്നെ അനലൈസ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. അപ്പോൾ നമുക്കൊരു സംഗതികൾ ഇവിടെ എഴുതി വെക്കാം. ഒബ്സർവേഷൻസ് ഇത്രയും എഴുതിയപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മളിവിടെ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകാം. ഒന്നാമത്തെ കാര്യം, എ പ്ലസ് ബി ഹോൾ റൈസ് ടു n കണ്ടെയ്ൻസ് n പ്ലസ് 1 ടേംസ്. അല്ലെങ്കിൽ എ പ്ലസ് ബി ഹോൾ റൈസ് ടു n ഈസ് എ ഫൈനൈറ്റ് സീരീസ്. സീക്വൻസ് അല്ല, സീരീസ് ആണ്. നമ്മൾ ഒരുപാട് ടേംസിനെ കോമ ഉപയോഗിച്ച് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതുന്നതിനെയാണ് കോമ ഉപയോഗിച്ചാണ് സെപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ വി കോൾ ഇറ്റ് എ സീക്വൻസ്. പ്ലസ് അഥവാ അഡീഷൻ സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിനെ ടേംസിനെ സെപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ വി കോൾ ഇറ്റ് എ സീരീസ്. അപ്പോൾ ഒരു സീരീസിലെ പ്ലസ് എടുത്ത് മാറ്റി കോമ ഇട്ട് കൊടുത്താൽ കറസ്പോണ്ടിങ് സീക്വൻസ് കിട്ടും. സീക്വൻസിൽ കോമ എടുത്ത് മാറ്റി പ്ലസ് കൊടുത്താൽ സീരീസ് കിട്ടും. അപ്പോൾ ഇവിടെ സീക്വൻസ് അല്ല, ഇറ്റ്സ് എ ഫൈനൈറ്റ് സീരീസ് കണ്ടെയ്നിങ് n+1 ടേംസ്. പോസിറ്റീവ് ഇൻ്റഗ്രൽ ഇൻഡെക്സിൽ മാത്രമേ ഇത് പറയാവൂ. ബാക്കി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഫ്രാക്ഷണൽ ഇൻഡെക്സിലും നെഗറ്റീവ് ഇൻ്റഗ്രൽ ഇൻഡെക്സിലെല്ലാം ഇൻഫൈനൈറ്റ്ലി മെനി ടേംസ് എന്നാണ് പറയേണ്ടത്. ഇവിടെ മാത്രമേ ഫൈനൈറ്റ് ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അത് വെരിഫൈ ചെയ്യാവുന്നതാണ്. എ പ്ലസ് ബി ഹോൾ റൈസ് ടു 0 ഒരു ടേം, എ പ്ലസ് ബി ഹോൾ റൈസ് ടു 1 2 ടേം, എ പ്ലസ് ബി ഹോൾ സ്ക്വയറിൽ 3 ടേം, എ പ്ലസ് ബി ഹോൾ റൈസ് ടു 4 ഹോൾ ക്യൂബിൽ 3 ടേം, അങ്ങനെ പോയിക്കോളൂ. ദെൻ ഇൻ എ പ്ലസ് ബി ഹോൾ റൈസ് ടു 7 കണ്ടെയ്ൻസ് 8 ടേംസ്, എ പ്ലസ് ബി ഹോൾ റൈസ് ടു 6 കണ്ടെയ്ൻസ് 7 ടേംസ്. എണ്ണി നോക്കാം. 1 2 3 4 5 6 7. യെസ്. Then second observation, the power of a അല്ലെങ്കിൽ index of a is maximum in first term. ഒന്നാമത്തെ ടേമിൽ എല്ലാത്തിൻ്റെയും ഒന്നാമത്തെ ടേമിൽ എന്റെ പവർ മാക്സിമം ആണ്. Then and that of b is minimum. That is the power of a is maximum. ആ മാക്സിമം എത്രയാണ് നമുക്ക് ബ്രാക്കറ്റിൽ എഴുതി വെക്കാം. മാക്സിമം, that maximum is n. എ പ്ലസ് ബി ഹോൾ റൈസ് ടു എന്നിൽ എൻ്റെയും ബിൻ്റെയും മാക്സിമം പവർ n ആണ്. എൻ്റെയും ബിൻ്റെയും മിനിമം പവർ 0 ആണ്. ഒരിക്കലും നെഗറ്റീവ് പവേഴ്സ് എക്കും ബിക്കും വരില്ല. സോ ദ ഇൻഡെക്സ് ഓഫ് എ ഈസ് മാക്സിമം അഥവാ n ഇൻ ഫസ്റ്റ് ടേം. ആൻഡ് that of b means the power index of b is minimum. എത്രയാണ് മിനിമം? That is 0.
comma. Then by each passing term, അഥവാ ഓരോ ടേം കഴിയുമ്പോഴും പവർ ഓഫ് എ decreases by 1 and that of b increases by 1. ഓരോ ടേം കഴിയുമ്പോഴും എന്റെ പവർ ബിഗിനിങ്ങിൽ മാക്സിമം, ആ സമയത്ത് ബിന്റെ പവർ മിനിമം ആണ്. തുടക്കത്തിൽ എ മാക്സിമം ബി മിനിമം. പിന്നെ ഓരോ ടേം കഴിയുമ്പോഴും എന്റെ പവർ ഓരോന്ന് വീതം കുറഞ്ഞു വരും, ബിന്റെ പവർ ഓരോന്ന് വീതം കൂടി വരും. നമുക്ക് ശരിയാണെന്ന് ഒബ്സർവ് ചെയ്യാം. ഇൻക്രീസസ് ബൈ 1 എന്നിട്ട് അവസാനം എന്ത് സംഭവിക്കും? അറ്റ് ദ ലാസ്റ്റ് ടേം പവർ ഓഫ് എ ഈസ് മിനിമം. അങ്ങനെ കുറഞ്ഞ് ഓരോ ടേം കഴിയുമ്പോഴും ബിന്റെ പവർ ഒന്ന് കൂടും, എന്റെ പവർ കുറയും. അങ്ങനെ കുറഞ്ഞ് ലാസ്റ്റ് ടേം എത്തുമ്പോൾ എന്താവും? മിനിമം ആവും. മിനിമം ഈസ് 0 ആൻഡ് ദാറ്റ് ഓഫ് ബി ഈസ് മാക്സിമം, ദാറ്റ് ഈസ് n. ഇതാണ് സംഭവിക്കുന്നത്. എൻ്റെയും ബിൻ്റെയും അവസ്ഥ. കോഎഫിഷ്യൻറ്റിന് നമ്മളിവിടെ മൈൻഡ് ചെയ്യുന്നേ ഇല്ല. എൻ്റെയും ബിൻ്റെയും പവറുകളുടെ ഡിസ്ട്രിബ്യൂഷൻ, പവറിന്റെ വിന്യാസക്രമം എങ്ങനെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. സോ അറ്റ് ദ ബിഗിനിങ്, ഫ്രം ദ ഫസ്റ്റ് ടേം, ദ പവർ ഓഫ് എ ഈസ് മാക്സിമം ആൻഡ് ദാറ്റ് മാക്സിമം ഈസ് n ആൻഡ് ദ പവർ ഓഫ് ബി ഈസ് മിനിമം, ദാറ്റ് മിനിമം വാല്യൂ ഈസ് 0. അഥവാ ബി ടേം അവിടെ കാണാനില്ല എന്ന് വെച്ചാൽ ബിന്റെ പവർ 0 ആണ്. ദെൻ ബൈ ഈച്ച് പാസിംഗ് ടേം ദ പവർ ഓഫ് എ ഡിക്രീസസ് ബൈ 1 ആൻഡ് ദാറ്റ് ഓഫ് ബി ഇൻക്രീസസ് ബൈ 1. അങ്ങനെ എന്റെ പവർ ഓരോ ടേം കഴിയുമ്പോഴും ഓരോന്ന് വീതം കുറഞ്ഞു വരികയും ബിന്റെ പവർ കൂടി വരികയും ചെയ്തിട്ട് അവസാനം എന്ത് സംഭവിക്കും? At the end, at the last term, power of A is minimum, that is 0. A ഇല്ലാണ്ടായി പോകും, എന്റെ പവർ 0 ആവും. And that of B is maximum, that is n. തുടക്കത്തിൽ ബി ഇല്ലായിരുന്നു, പിന്നെ ബിന്റെ പവർ കൂടി എന്നിലേക്ക് എത്തും. ഇതാണ് എൻ്റെയും ബിൻ്റെയും ഒരു അവസ്ഥ. നമുക്ക് ഇത് ഓരോന്നായിട്ട് പരിശോധിച്ച് നോക്കാം. a പ്ലസ് ബി ഹോൾ സ്ക്വയറിൽ ഇവിടെ a സ്ക്വയർ മാക്സിമം ആണ്, ബി അവിടെ ഇല്ല. പിന്നെ a സ്ക്വയർ a ആയി, ഇവിടെ ബി ഇല്ലായിരുന്നു, പക്ഷെ ഇവിടെ ബി വന്നു. അപ്പോൾ a സ്ക്വയറിൽ നിന്ന് a ബിയിലേക്ക് മാറി എന്ന് വെച്ചാൽ എന്റെ പവർ ഒന്ന് കുറഞ്ഞു, ബിന്റെ പവർ ഒന്ന് കൂടി. അടുത്ത ടേമിലേക്ക് പോകുമ്പോൾ എന്തായി? എന്റെ പവർ ഒന്നുകൂടെ കുറഞ്ഞ് a റൈസ് 0 ആയി പോയി, ബിന്റെ പവർ ഒന്ന് കൂടി, ബി സ്ക്വയർ ആയി. ഇതിൽ നോക്കാം, a ക്യൂബ് 3a സ്ക്വയർ ബി, എന്റെ പവർ ഒന്ന് കുറഞ്ഞു, ബിന്റെ പവർ ഒന്ന് കൂടി. വീണ്ടും a സ്ക്വയർ a ആയി, ബി സ്ക്വയർ ആയി, എന്റെ പവർ ഒന്ന് കുറഞ്ഞു, ബിന്റെ പവർ ഒന്ന് കൂടി. അവസാനം a ഇല്ലാണ്ടാവുന്നു, ഈ ബി സ്ക്വയർ ബി ക്യൂബ് ആവുന്നു. യു ക്യാൻ ഒബ്സർവ് ദ സെയിം തിങ് ഇൻ ഓൾ ദീസ് എക്സ്പാൻഷൻസ്. ഓക്കെ, അപ്പോൾ അതും ശരിയാണ്. മൂന്നാമത്തത്, കോഎഫിഷ്യൻസ് ആർ coefficients of, ആരുടെ coefficients? Coefficients of a plus b the whole raised to n. n can be square, cube, raised to 4, whatever. Coefficients of a plus b whole raised to n can be obtained from the n plus 1th row. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. nth റോ അല്ല, n plus 1th റോ. a plus b all raised to n-ന്റെ കോഎഫിഷ്യൻസ് n plus 1th റോയിൽ നിന്നാണ് കിട്ടുക. അഥവാ a plus b all സ്ക്വയറിന്റെ കോഎഫിഷ്യൻസ് 3rd റോയിൽ നിന്ന് കിട്ടും. a plus b all ക്യൂബിന്റെ കോഎഫിഷ്യൻസ് 4th റോയിൽ നിന്ന് കിട്ടും. a plus b all raised to 5ന്റെ കോഎഫിഷ്യൻസ് 6th റോയിൽ നിന്ന് കിട്ടും. അങ്ങനെ അവിടെ ഒരു ഇൻക്രിമെന്റ് ഉണ്ട്, ഒരു ഷിഫ്റ്റ് ഉണ്ട്. സോ n plus 1th റോ ഓഫ് ദി പാസ്കൽസ് ട്രയാങ്കിൾ. യെസ്, ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്റ്, പാസ്കൽസ് ട്രയാങ്കിൾ. ഓക്കെ, സോ ലെറ്റ് us study what a Pascal triangle is. എല്ലാവർക്കും പരിചയം ഉണ്ടാവും. Pascal's triangle is a pyramidal structure or it's a triangular structure. അതിനകത്ത് the numbers are distributed in it. The first row contains only one element and that is 1 itself. Second row contains 2 elements, those are 1 and again 1. Then third row contains 1, 2, 1 and this 2 is obtained by adding these two numbers. ഈ 1 ഉം 1 ഉം കൂടെ ആഡ് ചെയ്തിട്ടാണ് ഇവിടെ 2 കിട്ടുന്നത്. And the fourth row contains 1 here, then 1 plus 2 is 3, this 2 plus 1 is again 3 and finally 1. അപ്പോൾ ഓരോ റോയും 1ൽ തുടങ്ങി 1ൽ അവസാനിക്കുന്നു. അതിന്റെ ഇടയിലുള്ള നമ്പേഴ്സ് കിട്ടാൻ മുകളിലുള്ള റോയിലുള്ള പ്രീവിയസ് എലമെന്റ്സ്, പ്രീവിയസ് റോയിലുള്ള അഡ്ജസന്റ് എലമെന്റ്സിനെ ആഡ് ചെയ്താൽ മതി. സോ ഹിയർ 1, ഇവിടെ 1 plus 3 is 4, 3 plus 3 is 6, 3 plus 1 is 4, again 1. ഇങ്ങനെ താഴോട്ടേക്ക് എത്ര വേണമെങ്കിലും എഴുതാൻ പറ്റും. നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. a plus b ഹോൾ സ്ക്വയറിന്റെ കോഎഫിഷ്യൻസ് a square plus 2ab plus b square ആണ് എന്ന് വെച്ചാൽ its coefficients are 1, 2, 1. You can see 1, 2, 1 here. a plus b whole cube ന്റെ coefficients ഇവിടെ a plus b whole raised to 0 is equal to simply 1. ആ 1 ആണ് ഇവിടെ കിടക്കുന്നത്. a plus b whole raised to 1 is equal to a plus b. a ന്റെ coefficient 1, b ന്റെ coefficient 1. ആ 1 ഉം 1 ഉം ആണ് ഇവിടെ കിടക്കുന്നത്. എന്ന് വെച്ചാൽ കോഎഫിഷ്യൻസ് ഒബേ ചെയ്യുന്ന പാറ്റേൺ ഇവിടെയാണ്. a plus b whole cube is equal to a cube plus a cube ന്റെ coefficient ആണ് ഈ 1, 3a square b plus 3ab square plus b cube. പക്ഷെ കാര്യം ശ്രദ്ധിക്കണം, ഇത് 4th റോ ആണ്, ഇതാണ് ഫസ്റ്റ് റോ, ഇതാണ് സെക്കൻഡ് റോ.
അപ്പോൾ ഫസ്റ്റ് റോയിൽ എ പ്ലസ് ബി ഹോൾ റേസ് ടു 0 ആണ്, സെക്കൻഡ് റോയിൽ എ പ്ലസ് ബി ഹോൾ റേസ് ടു 1 ആണ്. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്ത്, എ പ്ലസ് ബി ഹോൾ റേസ് ടു എന്നിന്റെ കോഎഫിഷ്യൻസ് n+1th റോയിലാണ് ഉണ്ടാവുക. ഇപ്പോഴും നമുക്ക് ഇതുകൊണ്ട് വലിയ എളുപ്പം ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം നമുക്കിപ്പോൾ എ പ്ലസ് ബി ഹോൾ റേസ് ടു 100 ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഡ്രോ ദിസ് പാസ്കൽസ് ട്രയാങ്കിൾ ടു 101 റോസ്. 101 റോസ് എഴുതി നോക്കി, ഇതുപോലെ ആഡ് ചെയ്ത് 101 റോ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് കോഎഫിഷ്യൻസ് എടുത്തിട്ട് വേണം എ പ്ലസ് ബി ഹോൾ റേസ് ടു 100 എഴുതാൻ. ദാറ്റ് ഈസ് തിയററ്റിക്കലി പോസിബിൾ, ബട്ട് പ്രാക്ടിക്കലി വെരി വെരി ഡിഫിക്കൾട്ട്. വലിയൊരു ചാർട്ട് പേപ്പർ തന്നെ വേണ്ടി വരും നമുക്ക് അതെല്ലാം കൂടി വരച്ചുണ്ടാക്കണമെങ്കിൽ. ചെറിയ പേപ്പറിലോ നോട്ട് പുസ്തകത്തിലോ ഒന്നും നമുക്കത് ചെയ്തു നോക്കാൻ പറ്റില്ല. So we have to analyze this Pascal's triangles once again. Pascal triangle ഇവിടെയുള്ള രണ്ട് വാല്യൂസ് കൂട്ടിയിട്ടാണ് അടുത്ത റോയിലേക്ക് പോകുന്നത് എന്ന ഒരു പ്രോപ്പർട്ടി പ്രത്യേകം ഓർക്കുക. അത് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത്. പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസിൽ നമ്മൾ പഠിച്ച ഒരു വളരെ പ്രധാനപ്പെട്ട റിസൾട്ട് ഉണ്ടായിരുന്നു. NCR plus NCR minus 1 is equal to n+1 CR. ഈ ഒരു പ്രോപ്പർട്ടിയും കൂടി അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഈ പാസ്കൽ ട്രയാങ്കിൾസിലുള്ള എല്ലാ എലമെന്റ്സിനെയും നമുക്ക് കോമ്പിനേഷൻ ടേംസ് ആയിട്ട് മാറ്റാൻ പറ്റും. കോമ്പിനേഷൻസ് ഞാനിപ്പോൾ പഠിപ്പിക്കുന്നില്ല, അത് നിങ്ങൾക്ക് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസിൽ നിങ്ങൾ പഠിച്ചതാണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അത് അറിയുമെങ്കിൽ മാത്രമേ നമുക്ക് ബൈനോമിയൽ തിയറം ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. ബൈനോമിയൽ തിയറത്തിലേക്ക് വേണ്ടുന്ന ഒരു പ്രീ റിക്വസൈറ്റ് നോളജ് ആണ് ആക്ച്വലി വാട്ട് ദിസ് കോമ്പിനേഷൻസ്. സോ അഗെയിൻ പാസ്കൽസ് ട്രയാങ്കിൾസ് ഇൻ അനദർ ഫോം. ഇതേ പാസ്കൽ ട്രയാങ്കിൾ നമ്മൾ വേറൊരു രീതിയിൽ എഴുതുകയാണ്. സോ ദിസ് is the Pascal's triangle. Here we write 0C0 instead of 1. 0C0 ന്റെ value 1 ആണ്. Number of combinations of 0 objects taken 0 at a time. ഒറ്റ ഒബ്ജക്റ്റും ഇല്ലാത്തത് ഒന്നിനെയും നമ്മൾ സെലക്ട് ചെയ്യാതിരിക്കുക. ഇത് എത്ര വിധത്തിൽ ചെയ്യാൻ പറ്റുമെന്നാണ്, അത് ഒരു വേ ആണ്. സെലക്ട് ചെയ്യാതിരിക്കുക എന്നത് മാത്രമാണ് ആ ഒരു വേ. ഈ സെക്കൻഡ് റോ കണ്ടെയ്ൻസ് 1C0 and 1C1. ബാക്കി റോസ് എല്ലാം ഇതുപോലെ എഴുതാൻ പറ്റുന്നുള്ളതാണ് ഇതിന്റെ ഒരു വണ്ടർ, ഇതിൽ ഏറ്റവും അത്ഭുതകരമായ കാര്യം. Here it is 2C0. Now we can add this 1C0 and 1C1. What do we get? 1C0 plus 1C1 is in the form NCR. This 1C1 is NCR and this is NCR minus 1. NCR plus NCR minus 1 is n+1 CR. n+1 എന്ന് പറയുമ്പോൾ 1 + 1 2 ആവും. CR is 2C1. So this is 2C0. ഇവരുടെ രണ്ടുപേരുടെയും കൂടി സം 1C1 plus 1C0 will be 2C1 by this result, by using this. ശരിക്കും മനസ്സിലാക്കുക. പിന്നെ ഈ 1ന് അവസാനത്തെ 1ന് പകരം വീണ്ടും 2C2 എന്ന് എഴുതാം. So we are replacing the values. Here 3C0, ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 2C1 plus 2C0 3C1. 2C2 plus 2C1 is 3C2 3C3. അപ്പോൾ ഫോർത്ത് റോ എന്ന് പറയുന്നത് 3C0 3C1 3C2 3C3. വളരെ എളുപ്പമാണ്. തേർഡ് റോ എന്ന് പറയുന്നത് 2C1 2C2 2C3. ഓക്കെ, 0യിൽ നിന്ന് തുടങ്ങുന്നതുകൊണ്ട് എപ്പോഴും 3 എണ്ണം ഉണ്ടാവും. സോ അടുത്തത് 4C0 4C1 4C2 4C3 4C4. അങ്ങനെയാണ് തുടക്കവും ഒടുക്കവും 1 ആവുന്നതിൻ്റെ ഒരു റീസൺ ഇതാണ്. ഇവിടെ 4C0 1 ആവും, അവിടെ 4C4 1 ആവും, അവിടെ 3C0 1 ആവും, 3C3 1. അത് ഇടയിലെ മാത്രമേ വാല്യൂ ഉണ്ടാവും. പാസ്കൽ ട്രയാങ്കിൾ രണ്ട് എക്സ്ട്രീമിൽ എപ്പോഴും 1 ആണ് ഉണ്ടാവുക. ദെൻ സിക്സ്ത് റോ ഈസ് 5C0 5C1 5C2 5C3 5C4 5C5. So these are the coefficients. Now what we said, the coefficients of a plus b whole raised to n is obtained from n+1th row എന്നാണ് പറഞ്ഞത്. So what is n+1th row? n+1th row will be, നമ്മൾ പറഞ്ഞു ഫസ്റ്റ് റോയിൽ 0C0 ആണ്, സെക്കൻഡ് റോയിലാണ് 1C1. അങ്ങനെ പോയി n+1th row എന്ന് പറയുന്നത് NC0 NC1 NC2 എക്സെട്ര NCn ആയിരിക്കും. ദാറ്റ് കണ്ടെയ്ൻസ് n+1 ടേംസ്. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ n+1th റോയിൽ n+1 ടേംസ് തന്നെ ഉണ്ടാവും. കാര്യം NC1 മുതൽ NCn വരെയാണ് n ടേംസ്. പക്ഷെ ഇവിടെ ആര് കൂടി ഉണ്ട്? NC0യും കൂടെ ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഓർക്കുക, ദർ ആർ n+1 കോഎഫിഷ്യൻസ്. നേരത്തെ പറഞ്ഞ കാര്യമായിട്ട് സിങ്ക് ആണ്. a plus b whole raised to n ൽ n+1 ടേംസ് ഉണ്ട്. നമ്മൾ ഒന്നാമത്തെ ഒബ്സർവേഷൻ നടത്തുന്നുണ്ട്. n+1 ടേംസ് ഉണ്ടെങ്കിൽ n+1 കോഎഫിഷ്യൻസ് ഉണ്ടാവണം. n+1 കോഎഫിഷ്യൻസ് ഉണ്ട്. NC0 to NCn. ഓക്കെ. So how we can write the expansion of a plus b whole raised to n? a plus b the whole raised to n ൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കണം. ഒന്നാമത് നമ്മൾ നടത്തിയ ഒബ്സർവേഷൻ a plus b whole raised to n is a finite series containing n+1 terms. അപ്പോൾ n+1 terms ആണ് നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ a ന്റെ പവർ തുടക്കത്തിൽ n ആയിരിക്കും, അപ്പോൾ b ന്റെ പവർ 0 ആണ്. പിന്നെ ഓരോരോ ടേം കഴിയുമ്പോൾ a ന്റെ പവർ കുറഞ്ഞ് വരും, b ന്റെ പവർ കൂടി വരും. അവസാനം b ന്റെ പവർ മാക്സിമം ആവും, അത് n ആണ്. a ന്റെ പവർ 0 ആയി പോകും, അത് മിനിമം ആണ്. ദെൻ കോഎഫിഷ്യൻസ്, അതാണ് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യം. അത് നമ്മൾ പാസ്കൽസ് ട്രയാങ്കിളിൽ നിന്ന് എടുത്തു. പാസ്കൽ ട്രയാങ്കിൾ നമുക്ക് പെട്ടെന്നൊന്നും പിടി തന്നില്ല. അപ്പോൾ നമ്മൾ NCR is plus NCR minus 1 is equal to n+1 CR എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ്, ആ ഒരു ഇക്വേഷൻ
നമ്മൾ ആ ഒരു ഫോർമുല നമ്മൾ പാസ്കൽ ട്രയാങ്കിൾ അപ്ലൈ ചെയ്ത് നോക്കിയപ്പോൾ n+1th row of the Pascal triangle NC0, NC1, NC2, etc. NCn ആണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. Now everything is fine. നമുക്ക് എൻ്റെയും ബിൻ്റെയും പവറുകളുടെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് മനസ്സിലായി, കോഎഫിഷ്യൻസ് എന്താണെന്ന് മനസ്സിലായി, എത്ര ടേംസ് ഉണ്ടെന്ന് മനസ്സിലായി. Now we can write the expansion of a plus b all raised to n. That is NC0 a raised to n. തുടക്കത്തിൽ എൻ്റെ പവർ മാക്സിമം ആവണം. ഫസ്റ്റ് കോഎഫിഷ്യന്റ് is NC0. Then NC1 a raised to n minus 1b because the coefficient of a decreases by 1 and that of b increases by 1. Plus NC2 a raised to n minus 2b square plus etc. Last term NCn b raised to n. There exist n+1 terms in this finite series. ഇതാണ് a plus b all raised to n. ഇത് ഉപയോഗിച്ച് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇതൊരു നിസ്സാര സംഭവമല്ല. ഇതിൻ്റെ എക്സ്പാൻഷൻ്റെ ഒരു കോംപ്ലിക്കേഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിനെ പല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് a plus b all raised to n-ൻ്റെ ജനറൽ ടേം എന്താണ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടേം 10ാമത്തെ ടേം 9ാമത്തെ ടേം അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാം എന്നുള്ളത് മാത്രമേ നമ്മളിപ്പോൾ നോക്കുന്നുള്ളൂ. ഇതിൽ നമുക്ക് a minus b all raised to n ഉണ്ടാക്കണം. അതിൻ്റെയും ജനറൽ ടേം പിന്നെ ഒരു പർട്ടിക്കുലർ ടേം ചോദിച്ചാൽ ഈ ജനറൽ ടേം ഉപയോഗിച്ച് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന കാര്യം, a plus b all raised to n-ൻ്റെ a minus b all raised to n-ൻ്റെ ജനറൽ ടേമിൽ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇതൊക്കെ നമ്മൾ തൽക്കാലം നോക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് മിഡിൽ ടേം pth ടേം ഫ്രം ദ എൻഡ്, അങ്ങനെ രണ്ട് കോൺസെപ്റ്റുകൾ a plus b all raised to n, a minus b all raised to n പഠിച്ച് കഴിഞ്ഞിട്ട് നോക്കാം. ദെൻ 1 plus x all raised to n, 1 minus x all raised to n, അതും ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള മാനിപ്പുലേഷൻസ് കാര്യങ്ങളൊക്കെ. യെസ്, റെഡി. സോ ദിസ് ഇസ് വാട്ട് ഇസ് a plus b the whole raised to n. ഇതിനെ മറ്റൊരു രീതിയിൽ നമ്മൾ എഴുതാറുണ്ട്. a plus b the whole raised to n is equal to NC0, 1, 2, 3 എന്ന് പറഞ്ഞ് പോകുന്നത് ഇൻഡെക്സ് ആണ്. ഇവിടെ 0, ഇവിടെ വരുന്ന ഇതേ സംഭവം തന്നെയാണ് ബീൻ്റെ പവർ. NC1ൽ b ആണ്, NC2ൽ b സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ചെയ്യാം. ദിസ് ഈസ് സമ്മേഷൻ. എവിടെ നിന്നാണ്? ദ ഇൻഡെക്സ് ഈസ് r ദാറ്റ് ബിഗിൻസ് ഫ്രം 0, 1, 2 അങ്ങനെ പോയിട്ട് n വരെ. സോ സിഗ്മ r ഫ്രം 0 to n. സിഗ്മ എഴുതാനുള്ള കാരണം ഇത് സീരീസ് ആണ്, സമ്മേഷൻ ആണ്. ഇവിടെ കിടക്കുന്നത് NC0 അല്ല NCR എന്നാണ് നമ്മൾ എഴുതുന്നത്. ഇനി r-ന് 0 കൊടുക്കും NC0 കിട്ടും, r-ന് 1 കൊടുക്കും NC1 കിട്ടും, അങ്ങനെ കിട്ടിക്കോളും. ദെൻ ദ പവർ ഓഫ് a ഈസ് a raised to n minus r. r-ന് 0 കൊടുക്കുമ്പോൾ a raised to n വരും, r-ന് 1 കൊടുക്കുമ്പോൾ a raised to n minus 1 വരും, r-ന് 2 കൊടുക്കുമ്പോൾ a raised to n minus 2, അതങ്ങനെ വന്നോളൂ, ഇൻറ്റു b raised to r. ഇങ്ങനെയും നമുക്ക് സമ്മേഷൻ ഫോമിൽ പറയാം. സോ സിഗ്മ r ഫ്രം 0 to n, NCR a raised to n minus r, b raised to r, or we can call this എക്സ്പാൻഷൻ ഓൾസോ. അങ്ങനെ രണ്ട് രീതിയിലും നമുക്ക് a plus b all raised to n പറയാവുന്നതാണ്. രണ്ടും ബേസിക്കലി ഒന്ന് തന്നെയാണ്. പക്ഷേ ഈ ഫോമിന് ഒരു പ്രാധാന്യമുണ്ട്. ഇതിനുള്ളിൽ കിടക്കുന്ന ഈ സംഭവമാണ് എന്ത്? ജനറൽ ടേം. പക്ഷെ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. വെൻ യു പുട്ട് r equal to 0, യു ആർ നോട്ട് ഗെറ്റിംഗ് ദ 0th ടേം. r-ന് 0 കൊടുക്കുമ്പോൾ 0th ടേം അല്ല കിട്ടുന്നത്, അത് ഫസ്റ്റ് ടേം ആണ്. സോ വെൻ യു പുട്ട് എ പെർട്ടിക്കുലർ വാല്യൂ ടു r, യു ഗെറ്റ് ദ നെക്സ്റ്റ് ടേം. അതിൻ്റെ സക്സീഡിങ് ടേം ആണ് നമുക്ക് കിട്ടുക. അതുകൊണ്ട് നമ്മൾ ആദ്യം പഠിക്കാനുള്ള ഐഡിയ ജനറൽ ടേം ആണ്. അതായത് ഇങ്ങനെ ഒരു എക്സ്പാൻഷൻ സീരീസിനകത്ത് ഒരു പർട്ടിക്കുലർ ടേം കണ്ടുപിടിക്കാനാണ് ഈ ജനറൽ ടേം എന്ന് പറയുന്ന ഐഡിയ നമ്മൾ ഉപയോഗിക്കുന്നത്. ജനറൽ ടേമിൽ ഒരു r+1 ഉണ്ടാവും, ആ r+1 ഇങ്ങനെ വാല്യൂ കൊടുക്കുക എന്നതാണ് നമ്മൾ ചെയ്യുക. സോ tr+1 പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ സീക്വൻസ് ആൻഡ് സീരീസിലും ബാക്കി എല്ലാ സ്ഥലങ്ങളിലും സീക്വൻസ് ആണെങ്കിലും സീരീസ് ആണെങ്കിലും whatever we are studying നമ്മൾ rth ടേം അല്ലെങ്കിൽ nth ടേം അങ്ങനെയാണ് പറയുക. ഇവിടെ നമ്മൾ rth ടേം അല്ല എടുക്കുന്നത്, r+1th ടേം ആണ്. കാരണം അവിടെ ഒരു ചെറിയൊരു ഷിഫ്റ്റ് ഉണ്ട്, അതിന് വേണ്ടിയിട്ടാണ് അത് കൃത്യമായിട്ട് അങ്ങനെ ശ്രദ്ധിക്കുന്നത്. സോ tr+1 is equal to ഇവിടെ കിടപ്പുണ്ട് NCR a raised to n minus r b raised to r. ഇവിടെ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് ഇത് r+1 ഇത് r ആണ്. അപ്പോൾ 10ാമത്തെ ടേം ആണെങ്കിൽ ഇവിടെ 9, 9, 9 എന്നാണ് കൊടുക്കുന്നത്. 11th ടേം ആണ് ഇവിടെ 10, 10, 10. 100th ടേം ആണ് ഇവിടെ 99, 99 എന്ന് കൊടുക്കണം. ഇവിടെ ഏറ്റവും അധികം കോമൺ ആയിട്ട് ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ പിള്ളേർ കാണിച്ചു വിടുന്ന മിസ്റ്റേക്കും ഞാൻ പറഞ്ഞു തരാം. ഇവിടെ എന്താണോ T7 ആണ്, ഇവിടെയും കൊണ്ട് 7 കൊടുക്കും. അത് അങ്ങനെയല്ല, ഇത് r+1 r ആണ്. r+1 ഒന്ന് കുറവാണ് r-ന്. ഇനി rth ടേം എന്താണെന്ന് നിങ്ങൾക്ക് അറിയണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ അത് ഞാൻ എഴുതി തരാം. So TR is equal to rth term is equal to NCR minus 1. ഇത് പഠിക്കണം എന്ന് നിർബന്ധമല്ല, ഇത് പഠിച്ചാൽ മതി. a raised to n minus of r minus 1, b raised to r minus 1. ഇവിടെ എന്താണുള്ളത് അതിനേക്കാൾ ഒന്ന് കുറവേ ഇവിടെ എഴുതാൻ പാടുള്ളൂ എന്നാണ് ഈ ഉദ്ദേശിച്ചത്. പഠിക്കാൻ ഏറ്റവും നല്ലത് ഇത് തന്നെയാണ്. tr+1 is equal to NCR a raised to n minus r b raised to r. അപ്പോൾ ഇതിന്റെ 10th ടേം വേണമെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? r-ന് 9 കൊടുത്താൽ അതിന് r+1 10 ആയിക്കോളും. സോ T10 is equal to NC9 a raised to n minus 9 b raised to 9. സെക്കൻഡ് ടേം ആണ് വേണ്ടെങ്കിലോ T2 is equal to NC1 a raised to n minus 1 b raised to 1. r-ന് 1 കൊടുക്കാവോ? T99 99ാമത്തെ ടേം വേണമെങ്കിൽ NC98 a raised to n minus 98 b raised to 98. T7 7th term is equal to NC6 a raised to n minus 6 into b raised to 6. These are the examples for the usage of the general term. Okay, ഇരിക്കട്ടെ. ഇങ്ങനെ ജനറൽ ടേം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഒരു കോൺസെപ്റ്റ് പഠിക്കാം. ദാറ്റ് ഈസ് മിഡിൽ ടേം. അതൊരു സെൽഫ് എക്സ്പ്ലനേറ്ററി ടേം ആണ്, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല.
മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ നടുക്ക് നിൽക്കുന്ന ടേം എന്നാണ്. അപ്പോൾ a+b⁴ n നമ്മൾ അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു n+1 ടേംസ് കിട്ടും. അതിൽ നടുക്ക് ഒരു ടേം ഉണ്ടാവാതിരിക്കാം. നമുക്ക് n ഒരു ഈവൺ നമ്പർ ആണെങ്കിൽ n+1 ഓഡ് നമ്പർ ഓഫ് ടേംസ് ആയിരിക്കും. ഓഡ് നമ്പർ ഓഫ് ടേംസ് ആകുമ്പോൾ ദർ എക്സിസ്റ്റ് എക്സാക്ട്ലി 1 മിഡിൽ ടേം. അവിടെ കൃത്യം ഒരു മിഡിൽ ടേം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. 5 ബോൾസ് അല്ലെങ്കിൽ 5 ബോട്ടിൽസ് കുപ്പികൾ ഇങ്ങനെ നിരത്തി വെച്ചാൽ അതിന് രണ്ടെണ്ണം ഒരു സൈഡിൽ രണ്ടെണ്ണം ഒരു സൈഡിൽ നിൽക്കുമ്പോൾ നടുക്കൊരാളുണ്ടാവും. 3 എണ്ണമാണ് 2 സൈഡിൽ ഓരോന്ന് നടുക്കൊരാളുണ്ടാവും. 7 ആണെങ്കിൽ 3 വകഞ്ഞ് മാറ്റി കഴിഞ്ഞാൽ നടുക്കൊരാളുണ്ടാവും. അപ്പോൾ ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ n ഓടാവുന്നതിനെ പറ്റിയല്ല പറയുന്നത്, നമ്പർ ഓഫ് ടേംസ് ഓടുന്നതാണ്. നമ്പർ ഓഫ് ടേംസ് n+1 ആണ്. അപ്പോൾ n+1 ഓടാകുമ്പോൾ n ഈവൺ ആയിരിക്കും. ആ ഒരു വ്യത്യാസം നിങ്ങൾ എപ്പോഴും അവിടെ നോട്ട് ചെയ്യണം. അപ്പോൾ a+b⁴ n എത്രയാണോ എഴുതുന്നത് അതിനേക്കാൾ ഒരു ടേം കൂടുതൽ ഉണ്ടാവും. അപ്പോൾ n ഈവൺ ആകുമ്പോൾ n+1 ഓടും, n ഓടാകുമ്പോൾ n+1 ഈവൺ ആണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. സോ മിഡിൽ ടേംസിൽ നമ്മൾ പറയേണ്ടത് ഇഫ് n is equal to even, നമുക്കത് ആദ്യം അത് കൺസിഡർ ചെയ്യാം. ഇഫ് n is even, then number of terms is equal to n+1 is equal to odd ആയിരിക്കും. അങ്ങനെ നമ്പർ ഓഫ് ടേംസ് ഓഡ് ആവുന്ന സമയത്ത് there exist exactly 1 middle term. കൃത്യം ഒരു മിഡിൽ ടേം അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് TM എന്നാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുക. മിഡിൽ ടേം എന്നുള്ള അർത്ഥത്തിൽ TM എന്ന് കൊടുക്കും. അത് എത്രാമത്തതാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഇപ്പോൾ 10ാമത്തെ ടേം ആണ് മിഡിൽ ടേം എന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കൂടുതലൊന്നും ആലോചിക്കേണ്ട, ജനറൽ ടേം കൊടുക്കുക, T10 is equal to NC9 നേരെ, അതിൽ യാതൊരു മാറ്റവും ഇല്ല. അപ്പോൾ അത് അതിന്റെ പൊസിഷൻ എന്താണ് എന്ന് മാത്രം. അപ്പോൾ മിഡിൽ ടേം അല്ലെങ്കിൽ പീത്ത് ടേം ഫ്രം ദ എൻഡ് എന്നൊക്കെ പറയുമ്പോൾ ഫ്രം ദ ബിഗിനിങ് അത് എത്രാമത്തെ ടേം ആണ്, അതിന്റെ പൊസിഷൻ എന്താണ്, അതിന്റെ R+1 എന്താണ് എന്ന് മാത്രമേ നമ്മൾ ബോധർ ചെയ്യുന്നുള്ളൂ. പിന്നുള്ളതിനൊക്കെ എന്ത് മതി, ജനറൽ ടേം മതി. അപ്പം മിഡിൽ ടേം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക ഫോമുല അങ്ങനെയൊന്നുമില്ല. മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി എത്രാമത്തെ ടേം ആണ് എന്ന് മാത്രമേ. ഇനി അങ്ങോട്ടെല്ലാം അങ്ങനെയാണ്, ഇതിലേക്ക് ചേർത്തുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ബൈനോമിയൽ തിയറം ആക്ച്വലി വളരെ വളരെ എളുപ്പമാണ്. ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ n ഈവൺ ആവുന്ന സമയത്ത് n+1 ഓടാവും, അഥവാ നമ്പർ ഓഫ് ടേംസ് ഓടാവും. നമ്പർ ഓഫ് ടേംസ് ഓടാവുന്ന സമയത്ത് അവിടെ എക്സാക്ട്ലി ഒരു മിഡിൽ ടേം ഉണ്ടാവും. രണ്ടാമത്തെ കേസ് ഇഫ് n is equal to, അല്ലെങ്കിൽ ഈ ഫോമുല എന്താണെന്നും കൂടി നമുക്ക് നോക്കാം. കംപ്ലീറ്റ് പറഞ്ഞിട്ട് n ഈവൺ ആവുന്ന നമുക്ക് n ഓഡ് ആവുന്ന നമുക്ക് വേറെ കൺസിഡർ ചെയ്യാം. സോ വി ഹാവ് n+1 ടേംസ്. അപ്പോൾ ഇത് ഫസ്റ്റ് ടേം. ഇത് ടേമുകളാണ് ഇങ്ങനെ ബോക്സ് ആയിട്ട് കാണിച്ചു വെച്ചേക്കുന്നത്. അപ്പോൾ ഇതായിക്കോട്ടെ നമ്മുടെ മിഡിൽ ടേം. അല്ലെങ്കിൽ നമുക്കിങ്ങനെ വരയ്ക്കാം. പിന്നെ ഒരു മിഡിൽ ടേം അവിടെ ഇരിക്കുന്നു. പിന്നെ അപ്പുറത്തും ഈക്വൽ നമ്പർ ഓഫ് ടേംസ് ആണ് നമുക്കുള്ളത്. സോ ദിസ് ഇസ് ദ TM മിഡിൽ ടേം. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് n+1 ആണ്. മൊത്തം n+1 ടേംസ്. അതിൽ ഒരാൾ മിഡിൽ ടേം ആയിട്ട് എടുത്തു. ഇനി അപ്പുറത്തും ഇപ്പുറത്തും കൂടി നമുക്ക് n ടേംസ് ആണുള്ളത്. ആ n ആണെങ്കിൽ ഈവൺ ആണ്. അതുകൊണ്ട് ഇപ്പുറത്ത് നമുക്കൊരു n/2 ടേംസ് ഉണ്ടാവും, അപ്പുറത്ത് നമുക്കൊരു n/2 ടേംസ് ഉണ്ടാവും. n/2 ഇൻറ്റിജർ ആയിരിക്കും, നോ ഡൗട്ട്, because n is even. Since n is even, n/2 is an integer. അപ്പോൾ ഇവിടുത്തെ നമ്പർ ഓഫ് ടേംസ് ഇപ്പോൾ ഇൻറ്റിജറെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ n/2 നമ്പർ ഓഫ് ടേംസ്, ഇവിടെ n/2 നമ്പർ ഓഫ് ടേംസ്. അപ്പോൾ ഇയാളുടെ ഈ T മിഡിലിന്റെ പൊസിഷൻ എത്രയായിരിക്കും? ഇവിടെ ഇത്രയും n/2 +1 ചെയ്താൽ ഇയാളുടെ പൊസിഷൻ കിട്ടും. n/2 ടേംസ് ഇവിടെ ഉണ്ട്, ഒരു +1 കൂടെ ചെയ്യുമ്പോൾ T മിഡിലായി. സോ TM is equal to T of n/2 +1 only when, എപ്പോൾ മാത്രമാണ്? if n is equal to even. n ഈവൺ ആവുക എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ് അപ്പോൾ ഈവൺ അല്ല, നമ്പർ ഓഫ് ടേംസ് ഓഡാണ്. അതുകൊണ്ടാണ് അവിടെ യുണീക്ക് അഥവാ എക്സാക്ട്ലി 1 മിഡിൽ ടേം വന്നത്. ദാറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ദ ഫോർമുല TM is equal to T of n/2 +1. അപ്പോൾ മിഡിൽ ടേമിന്റെ പൊസിഷൻ കിട്ടി. പിന്നെ ടേം എന്താണെന്ന് കണ്ടുപിടിക്കാൻ ജനറൽ ടേമിലേക്ക് പോയിക്കൊള്ളണം. റെഡി. രണ്ടാമത്തെ കേസ്, if n is equal to odd, then n+1 number of terms is equal to number of terms is equal to n+1 is equal to even. number of terms even ആയാലുള്ള പ്രശ്നം അവിടെ ഒന്നുകിൽ മിഡിൽ ടേം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ആലോചിച്ച് നോക്കാം, 4 ടേംസ് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നടുവിൽ ആരും ഉണ്ടാവില്ല. 2 അങ്ങോട്ട് എന്നാൽ മിഡിൽ ആരും ഇല്ല. 6 ആണെങ്കിൽ 3 അങ്ങോട്ടും വെച്ചാൽ മിഡിൽ ആരും ഉണ്ടാവില്ല. അപ്പോൾ അതൊരു ഈവൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഒന്നുകിൽ ദർ ഇസ് നോ മിഡിൽ ടേം എന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ ദർ എക്സിസ്റ്റ് 2 മിഡിൽ ടേംസ്, 2 മിഡിൽ ടേംസ് ഉണ്ടെന്ന് പറയേണ്ടി വരും. അതിന് നോ മിഡിൽ ടേം നമ്മൾ പറയാറില്ല. നമ്മൾ എന്ത് തന്നെയാണ് പറയുക? ദർ എക്സിസ്റ്റ് 2 മിഡിൽ ടേംസ്. ദർ എക്സിസ്റ്റ്. അപ്പോൾ ഈവൺ ആവുമ്പോൾ മിഡിൽ ടേം ഇല്ല എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ് ഈവൺ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോഴത്തെ n ഓഡ് ആയിരിക്കും, ഇത് മാറിപ്പോവരുത്. അപ്പോൾ n ഓഡ് ആവുമ്പോൾ നമ്പർ ഓഫ് ടേംസ് ഈവണും n ഈവൺ ആവുമ്പോൾ നമ്പർ ഓഫ് ടേംസ് ഓടുമാണ്. വെരി കെയർഫുൾ. സോ ദർ എക്സിസ്റ്റ് 2 മിഡിൽ ടേംസ്. ആ 2 മിഡിൽ ടേംസിന്റെ പ്രത്യേകത ഉണ്ട്, ദേ ആർ അഡ്ജസെന്റ്ലി. സോ ദർ എക്സിസ്റ്റ് 2 മിഡിൽ ടേംസ് അഡ്ജസെന്റ്ലി, അല്ലെങ്കിൽ ദർ എക്സിസ്റ്റ് 2 അഡ്ജസെന്റ് മിഡിൽ ടേംസ്. അതെപ്പോഴും അങ്ങനെയാണ്. ഒരു മിഡിൽ ടേം 6th ടേം ആണെങ്കിൽ അടുത്തത് 7th ടേം, ഒരു മിഡിൽ ടേംസ് 5th ടേം ആണെങ്കിൽ അടുത്തത്
6th അങ്ങനെ അടുത്തടുത്തേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് നേരത്തെ പോലെ ചിത്രം വരച്ച് നോക്കാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ ടേംസ് ഇങ്ങനെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് രണ്ട് മിഡിൽ ടേം, ദോസ് ആർ റെപ്രസെൻറ്റഡ് ബൈ TM1 ആൻഡ് TM2. ആദ്യത്തെ മിഡിൽ ടേം TM1, രണ്ടാമത്തെ TM2, പിന്നെ ഇങ്ങനെ പോയി പിന്നെ കുറേ ടേംസ് അപ്പുറത്ത് കാണുന്നുണ്ട്. അപ്പോൾ ഇത് മൊത്തം n+1 ടേംസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു n+1 എന്താണ്, n = odd ആണ്. അപ്പോൾ n+1 ആണ് ഈവൺ. ഇവിടെ രണ്ട് ടേംസ് പോയി കഴിഞ്ഞാൽ n+1ൽ നിന്ന് രണ്ട് ടേംസ് TM1ഉം TM2ഉം നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി n-1 ടേംസ് ആണ് ഉണ്ടാവും. n+1 - 2 ഇവർ രണ്ടുപേരെയും മാറ്റി, ബാക്കി n-1. ദാറ്റ് n-1 is even. Since n is odd, n odd ആണ്, അപ്പോൾ n-1 ഈവൺ ആയിരിക്കും. അതുകൊണ്ട് ഈ സൈഡിൽ n-1/2 ടേംസ്, അപ്പുറത്തും ഇപ്പുറത്തും കൂടിയാണ് n-1. അപ്പോൾ ഇവിടെ n-1/2, ഇവിടെയും n-1/2 ടേംസ്. n-1/2 ഇൻറ്റിജർ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കാര്യം n odd ആണ്, n-1 ഈവൺ ആയിരിക്കും. അപ്പോൾ n-1/2 ഇൻറ്റിജർ ആയിരിക്കും. സോ വാട്ട് ഈസ് ദിസ് ടേം? ദിസ് ഇസ് T of n-1/2 + 1. നേരത്തെ നമ്മൾ എന്താ ചെയ്തത്, ഒരു സൈഡിൽ n/2 ടേംസ് വന്നപ്പോൾ T of n/2 + 1, അതായത് ഇത്രയാണ് n/2, പിന്നെ അടുത്ത ടേം ആണ്, അപ്പോൾ ഒരു +1 കൂടി ഇട്ട് കൊടുക്കണം, അപ്പോഴാണ് അതിൻ്റെ പൊസിഷൻ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, സോ TM1 = T of n-1/2 + 1. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ T of n+1/2. അതാണ് ഫസ്റ്റ് മിഡിൽ ടേം. രണ്ടാമത്തെ പിന്നെ അതിനോട് +1 ചെയ്താൽ മതി, അതിന് ഫോർമുല ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. സോ സെക്കൻഡ് വൺ TM2 = T of n+1/2. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, T of m1 + 1. m1ന്റെ വാല്യൂ എത്രയാണോ വന്നത് അതിനോട് +1 ചെയ്യും. അപ്പോൾ രണ്ടും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാറില്ല, നമ്മൾ ഫസ്റ്റ് മിഡിൽ ടേം എന്താണ് എത്രയാണെന്ന് നോക്കും. അപ്പോൾ T6 ആണ് എടുത്ത T7, T8 ആണ് എടുത്ത T9, അങ്ങനെ പറയുക ചെയ്യുക. പിന്നെ ഒരു ഫോർമുല എഴുതുക എന്നുള്ള നിലയ്ക്ക് ഞാൻ ഇങ്ങനെ എഴുതി വെക്കുകയാണ്, T of n+1/2 + 1 if n = odd. ഇനി ഇതൊരിക്കലും മാറിപ്പോവില്ല, മാറിപ്പോയാലും നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ച് തെറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. കാര്യം നിങ്ങളിപ്പോൾ എന്താ ഫോർമുല, n = odd ആവുന്ന സമയത്ത് T of n+1/2 എന്നാണ് എടുക്കുക. ഇതിന് പകരം നിങ്ങൾ n odd ആകുമ്പോൾ T of n/2 + 1 ആണ് തെറ്റിദ്ധരിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ n/2 എടുക്കാൻ പറ്റില്ല, n/2 എടുക്കുമ്പോൾ ഫ്രാക്ഷൻ വരും. അപ്പോൾ അങ്ങനെ ടേം എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അപ്പോൾ ഫോർമുല തെറ്റിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ തെറ്റിപ്പോയാലും കുഴപ്പമില്ല എന്ന് വെച്ച് പഠിക്കാതെ ഇരിക്കരുത്, മാറിപ്പോവാതിരിക്കാൻ നിങ്ങളുടേതായ രീതിക്ക് കാര്യങ്ങൾ മാറിപ്പോവാതെ ഓർത്ത് വെക്കാനുള്ള ടെക്നിക്കുകൾ ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു ആവൃത്തിയും കൂടി പറയാം. n ഈവൺ ആവുന്ന സമയത്ത് n+1 ടേംസ് ഉണ്ടാവും, അവിടെ യുണീക്ക് അഥവാ കൃത്യമായി ഒരൊറ്റ മിഡിൽ ടേം ഉണ്ടാവും. when n is even and n+1 is odd. അങ്ങനെയുള്ള അവസരങ്ങളിൽ T of n/2 + 1 ചെയ്താൽ മതി. n ഈവൺ ആയതുകൊണ്ട് n/2 ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും, അത് ഇൻറ്റിജർ ആയിട്ട് കിട്ടും. പിന്നെ +1 ചെയ്യുമ്പോൾ അഗൈൻ ദാറ്റ് ഈസ് ആൻ ഇൻറ്റിജർ, പിന്നെ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ ജനറൽ ടേമിലേക്ക് പോവുക. n odd ആവുന്ന സമയത്ത് അവിടെ n+1 ഈവൺ ആയിരിക്കും, അഥവാ നമ്പർ ഓഫ് ടേംസ് ഈവൺ ആയിരിക്കും. അപ്പോൾ ഒരു മിഡിൽ ടേം അല്ല, രണ്ട് മിഡിൽ ടേം ഉണ്ടാവും. അവർ രണ്ടുപേരും അഡ്ജസ്റ്റൻ്റ് അടുത്തടുത്തുള്ള ടേംസ് ആയിരിക്കും. അപ്പോൾ T of m1 is T of n+1/2. n ഇപ്പോൾ ഒരു 9 ആണെങ്കിൽ 9 + 1 10/2, അപ്പോൾ T5 എന്ന് കിട്ടും. അടുത്തത് T6 അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ വി സ്റ്റഡീഡ് വാട്ട് മിഡിൽ ടേം ഈസ്. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് pth term from the end. അതായത് ചിലപ്പോൾ ഫൈൻഡ് ദ 4th ടേം 5th ടേം എന്നൊക്കെ പറയുന്നതിന് പകരം ഫൈൻഡ് ദ 7th ടേം ഫ്രം ദ എൻഡ്, അല്ലെങ്കിൽ ഫൈൻഡ് ദ 3rd ടേം ഫ്രം ദ എൻഡ്. അവിടുന്ന് ഇങ്ങോട്ട് എത്രാമത്തതാണ് എന്ന് ചോദിക്കും. അതിനും നമുക്ക് എന്ത് ചെയ്താൽ മതി, അത് ബിഗിനിങ്ങിൽ നിന്ന് എത്രാമത്തതാണെന്നൊരു ഫോമിൽ ഉണ്ടാക്കുക. അപ്പോൾ 3rd ടേം ഫ്രം ദ എൻഡ് എന്ന് പറഞ്ഞാൽ അത് ബിഗിനിങ്ങിൽ നിന്ന് എത്രാമത്തതാണെന്ന് പറഞ്ഞിട്ട് ജനറൽ ടേം ഉപയോഗിച്ച് കണ്ടുപിടിക്കുക. എല്ലാം ജനറൽ ടേമിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. സോ ലെറ്റ് us study what is going on here. We do have an a plus b the whole raised to n that contains n+1 terms. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്നത് മൊത്തം n+1 ടേംസ് ആണ്. ഇങ്ങനെ എൻഡ് വരെ ഇരിക്കുകയാണ്. അതിൽ ഇവനാണ് നമ്മുടെ pth ടേം ഫ്രം ദ എൻഡ്. അപ്പോൾ ഇത് മൊത്തം n+1 ടേംസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഇയാളാണ് നമ്മുടെ റിക്വയർഡ് ടേം. അവൻ ബിഗിനിങ്ങിൽ നിന്ന് എത്രാമത്താണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഇവൻ pth ടേം ആണെങ്കിൽ അതിൻ്റെ ശേഷം പിന്നെ എത്ര ഉണ്ടാവും, അവിടെ p-1 ടേംസ് ആണ് അതിൻ്റെ ശേഷം ഉണ്ടാവുക. കാരണം എൻഡിൽ നിന്ന് എണ്ണുന്ന സമയത്ത് ഇവനാ p, അപ്പോൾ അതിൻ്റെ തൊട്ട് ബാക്കിലുള്ള ആൾ p-1 ആയി. p-1 ആകുമ്പോഴാണല്ലോ അതിനേക്കാൾ കൂട്ടിയാണ്. അപ്പോൾ അവിടുന്ന് 1 2 3 4 എണ്ണി വന്ന് ഇത് p ആണ്. സോ ഇവിടെ വരെ p-1 ഉണ്ടാവും. സോ ദർ ആർ p-1 ടേംസ് ആഫ്റ്റർ ദിസ് പെർട്ടിക്കുലർ ടേം. നമുക്ക് ആവശ്യമായ ടേം കഴിഞ്ഞിട്ട് p-1 ടേംസ് ഉണ്ട്. മൊത്തം എത്രയുണ്ട്? ഇൻ ടോട്ടൽ വി ഹാവ് n+1 ടേംസ്. ആ n+1 ടേംസിൽ നിന്നും ഈ p-1 ടേംസ് അങ്ങ് സബ്ട്രാക്ട് ചെയ്താൽ നമ്മുടെ ടേമിൻ്റെ ഫ്രം ദ ബിഗിനിങ് നമ്മുടെ ടേമിലേക്കുള്ള പൊസിഷൻ എന്താണെന്ന് നമുക്ക് കിട്ടും. സോ pth ടേം ഫ്രം ദ എൻഡ്, അതാ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. അല്ല അപ്പോൾ അതിന് വേറെ അക്കാഡമിക് ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു n+1 ടേംസ് ടോട്ടൽ മൈനസ് ഓഫ് ആഫ്റ്റർ ദിസ് പെർട്ടിക്കുലർ ടേംസ് വി ഹാവ് p-1
that is equal to n minus p, then minus of minus 1 plus 1 now plus n minus p plus 2th term. അതാണ് കാര്യം. So pth term from the end is equal to t of n minus p plus 2, not plus 1 plus 2. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. Find ഒരു ക്വസ്റ്റ്യൻ പോലെ മനസ്സിലായിക്കോ. Find third term from the end of a plus b whole raised to 10. a plus b whole raised to 10 ലെ എൻഡിൽ നിന്നുള്ള മൂന്നാമത്തെ ടേം എന്താണെന്നാണ് ചോദിക്കുന്നത്. സോ വി നോ ദാറ്റ് n is equal to 10 and p is equal to 3. pth term from the എൻഡിന്റെ ഫോർമുലയാണ്. അപ്പോൾ ഇവിടെ തേർഡ് ടേം ആകുമ്പോൾ p is equal to 3. Now that is equal to t of n minus p plus 2 is 10 minus 3 plus 2 is equal to, that is 10 minus 3 7 plus 2 9th term. n minus p plus 2th term. നമുക്ക് അത് 9th term തന്നെയാണോ എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. a plus b whole raised to 10 നമുക്ക് 11 ടേംസ് ആണ് ഉണ്ടാവുക. a plus b whole raised to n 1 2 3 4 5 6 7 8 9 10 11. അപ്പോൾ ഇതാണ് തേർഡ് ടേം ഫ്രം ദ എൻഡ്. ഇവനാണ്. നമുക്ക് ഇവിടുന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11. സോ a plus b whole raised to 10 contains total 11 terms. അതിൽ മൂന്നാമത്തെ ടേം എന്ന് പറയുമ്പോൾ 11th 10th 9th. ഓക്കെ, ഞാൻ നിങ്ങളെ ഒന്ന് കാര്യം ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു ചിത്രം വരച്ചിട്ട് അതിൻ്റെ ഓരോ കള്ളിനെയും ഇനി വരച്ച ഓരോ ഫിഗേഴ്സ് ഉണ്ടല്ലോ, അതിനൊക്കെ ഓരോ ടേംസ് ആയിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഫോർമുലയും കാര്യങ്ങളൊക്കെ മാച്ച് ആവുന്നുണ്ട് എന്ന് കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഒന്നും എൻട്രൻസിൻ്റെ ക്വസ്റ്റ്യൻ വരിക, അതൊക്കെ നമുക്ക് പതിയെ നോക്കാം. ഓക്കെ, അപ്പോൾ മിഡിൽ ടേം എന്താണെന്ന് പഠിച്ചു. pth term from the end എന്താണെന്ന് പഠിച്ചു. pth term from the എൻഡിൽ പിന്നെ n ഈവൺ ആണെങ്കിൽ ഓഡ് ആണെങ്കിൽ അതിലൊന്നും വലിയ കാര്യമില്ല. ഓൾവേസ് n minus p plus 2. പക്ഷേ മിഡിൽ ടേമിൽ n ഈവൺ ആകുമ്പോൾ ഒരു ഫോർമുലയും ഓഡ് ആകുമ്പോൾ വേറെ ഫോർമുലയാണ്. അത് പ്രത്യേകിച്ച് ഓർത്ത് വെക്കാനൊന്നുമില്ല, പഠിച്ചു വെക്കാം. ഓക്കെ, now let us go to what is a minus b whole raised to n. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കൊരു കാര്യം അറിയില്ല, പുതിയതായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് അതുവരെ എന്താണോ അറിയുന്നത് അതിനെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അടുത്തതിലേക്ക് പോകേണ്ടത്, അതിനെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അടുത്ത ഫോർമുല പഠിക്കേണ്ടത്. സോ a minus b whole raised to n is basically, we know what a plus b whole raised to n ഫോർമുല നമുക്ക് നന്നായിട്ട് അറിയാം. അതാണ് നമ്മളിപ്പോൾ തൊട്ട് മുന്നേ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്തത്. അതിൻ്റെ എക്സ്പാൻഷൻ ഫോം, പിന്നെ സിഗ്മ സിമ്പിൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഫോം, അതിൻ്റെ ജനറൽ ടേം, അതിൻ്റെ മിഡിൽ ടേം, pth ടേം ഫ്രം ദ എൻഡ്, A to Z കാര്യങ്ങൾ നമ്മൾ a plus b whole raised to n മായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. Now when we are moving to a minus b whole raised to n, we are finding out a minus b whole raised to n by using a plus b whole raised to n. ഇവിടെ മൈനസ് ആയതാണ് നമ്മുടെ ക്രൈസിസ്. അപ്പോൾ പ്ലസ് ആക്കുക, എന്നിട്ട് ബിക്ക് പകരം മൈനസ് ബി എന്നാക്കി കൊടുക്കുക. Now this is equal to a plus b whole raised to n ന്റെ എക്സ്പാൻഷൻ എന്താ? nc0 a raised to n plus nc1 a raised to n minus 1 b അല്ല into minus b. അപ്പോൾ മൈനസ് ഇങ്ങോട്ടേക്ക് വരും. പ്ലസ് nc2 a raised to n minus 2 minus b സ്ക്വയർ ചെയ്യുമ്പോൾ നെഗറ്റീവ് അടുത്ത് പോകും. അപ്പോൾ ഓഡ് പവർ വരുന്നിടത്തെല്ലാം ഇത് മൈനസ് ആവും. ഓഡ് പവർ വരുന്നത് എവിടെയാണ്? ഈവൺ പൊസിഷനിലുള്ള ടേംസിലാണ്. സോ ടേംസ് അറ്റ് ഈവൺ പൊസിഷൻ. ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു ടേമിൻ്റെ ഇൻഡെക്സും അതിൻ്റെ പൊസിഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് ജനറൽ ടേം എഴുതിയപ്പോഴേ നമ്മൾ കണ്ടതാണ്. TR plus 1 is equal to NCR a raised to n minus r b raised to r ആണ്. അപ്പോൾ ടേം പൊസിഷൻ r plus 1 ഇൻഡെക്സ് 6 ആണ്. NCRൽ ഇവിടെ എഴുതുന്ന സാധനമാണ് ഇൻഡെക്സ്. അപ്പോൾ ഫസ്റ്റ് ടേമിൻ്റെ ഇൻഡെക്സ് 0 ആണ്, സെക്കൻഡ് ടേമിൻ്റെ ഇൻഡെക്സ് ആണ് 1, തേർഡ് ടേമിൻ്റെ ഇൻഡെക്സ് 2 ആണ്. എന്ന് വെച്ചാൽ ടേം പൊസിഷനിൽ നിന്ന് ഒരു ഷിഫ്റ്റ്, ഒരു ഡൗൺ ഷിഫ്റ്റ് ഉണ്ട് ഇൻഡെക്സിലേക്ക്. അതുകൊണ്ട് ദ ഓഡ് ടേംസ് വിൽ ഹാവ് ഈവൺ ഇൻഡിസസ് ആൻഡ് ഈവൺ ടേംസ് വിൽ ഹാവ് ഓഡ് ഇൻഡിസസ്. അതുകൊണ്ട് ആരാണ് ഇവിടെ നെഗറ്റീവ്? ടേംസ് അറ്റ് ദി ഈവൺ പൊസിഷൻസ് അഥവാ ടേംസ് വിത്ത് ഓഡ് ഇൻഡിസസ്. nc1 nc3 nc5 അതുപോലെ ഓഡ് ഇൻഡെക്സ് വരുന്ന ആളുകളാണ് നെഗറ്റീവ് ആവുന്നത്. And they are at even positions. ഇനി ആരാണ് പോസിറ്റീവ് ആവുന്നത്? The terms with even indices, even index nc0 nc2 nc4 nc6 ഇങ്ങനെ ഈവൺ ഇൻഡെക്സ് വരുന്ന ആളുകളാണ് പോസിറ്റീവ് ആവുന്നത്. And they are at odd positions. പ്രത്യേകം ശ്രദ്ധിക്കുക, ടേം പൊസിഷനും ഇൻഡെക്സും ഡിഫറെൻ്റ് ആണ്. So all terms at odd positions are positive. That means all terms at even indices are positive. And all terms at even position are negative. That means all terms with odd indices are negative. ഇതാണ് കാര്യം. So plus etc. Last term ncn minus b raised to n. നമ്മൾ ഇതിൽ എല്ലാ ടേംസിനെയും ഒന്ന് മാറ്റി എഴുതുകയാണ്. This is nc0. All odd terms are positive. ഫസ്റ്റ് തേർഡ് ഫിഫ്ത്ത് ഒക്കെ പോസിറ്റീവ് ആയിരിക്കും. nc0 a raised to n മൈനസ് ഇങ്ങോട്ടേക്ക് വന്നാൽ മൈനസ് nc1 a raised to n minus 1 b പ്ലസ് nc2 a raised to n minus 2 b സ്ക്വയർ മൈനസ് nc3 a raised to n minus 3 b ക്യൂബ് പ്ലസ് എക്സെട്ര. ഫൈനലി പ്ലസ് മൈനസ് 1 raised to n ncn b raised to n.
-1 raised to n NCN b raised to n. So this is the series. ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? നേരത്തെ എഴുതിയ അതേ സീരീസ് ആണ്. ഒബ്സർവേഷൻസിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. a minus b all raised to n also contains n+1 terms. a plus b all raised to n ലുള്ള അതേ ടേംസ് നമ്പർ ഓഫ് ടേംസ് തന്നെയാണ് ഇവിടെ ഉണ്ടാവുക. എൻ്റെയും ബിൻ്റെയും പവറിൽ ഒരു വ്യത്യാസമില്ല. എൻ്റെ പവർ തുടക്കത്തിൽ മാക്സിമം ആണ്, ബിൻ്റെ പവർ 0 ആണ്. ഓരോ ടേം കഴിയുമ്പോഴും എൻ്റെ പവർ കുറഞ്ഞു വരും, ബിൻ്റെ പവർ കൂടി വന്ന് അവസാനത്തുമ്പോഴേക്ക് മാക്സിമം ആവും. അതിലും പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല. കോഎഫിഷ്യൻസ് ആർ ഒബ്റ്റൈൻഡ് ഫ്രം ദി n+1 റോ ഓഫ് ദി പാസ്കൽസ് ട്രയാങ്കിൾ. അതിലും ഒരു കൺഫ്യൂഷൻ ഇല്ല. NC0, NC1, NC2, NC3 തന്നെയാണ് പോകുന്നത്. ഒരൊറ്റ ഒബ്സർവേഷൻ അഡീഷണലി പറയാനുള്ളൂ. ഓൾട്ടർനേറ്റ് ടേംസ് ആർ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ്. ഒരാൾ പോസിറ്റീവ്, ഒരാൾ നെഗറ്റീവ്, പിന്നെ ഒരാൾ പോസിറ്റീവ്, ഒരാൾ നെഗറ്റീവ്. അങ്ങനെ ടേംസിന്റെ സൈന് പോസിറ്റീവ് നെഗറ്റീവ് മാറിയാണ് NCN b raised to n വരെ എത്തുന്നത്. അതിൽ തന്നെ സ്പെസിഫിക് ആയിട്ട് പറയുന്നത് കേവലം ഓൾട്ടർനേറ്റ് നല്ല പറയേണ്ടത്. ആ ഓൾട്ടർനേറ്റിൽ തന്നെ ഓഡ് പൊസിഷനിൽ വരുന്ന ടേംസ് അഥവാ ഈവൺ ഇൻഡെക്സിലുള്ള ടേംസ് എല്ലാം പോസിറ്റീവ് ആണ്. ഈവൺ പൊസിഷനിൽ വരുന്ന ടേംസ് അഥവാ ഓഡ് ഇൻഡെക്സിലുള്ള ടേംസ് എല്ലാം നെഗറ്റീവ് ആണ്. അതാണ് ഇവിടുത്തെ അഡീഷണൽ ഒബ്സർവേഷൻ. അപ്പോൾ ഒന്നാമത്തത് n+1 ടേംസ്, അത് നമ്മൾ എവിടെ നടത്തിയ ഒബ്സർവേഷൻ തന്നെയാണ് a plus b all raised to n ല്. രണ്ടാമത്തത് പവർ ഓഫ് a അല്ലെ ഇൻഡിസസ് ഓഫ് a ആൻഡ് b, അതും എഴുതുന്നില്ല. ഇൻഡെക്സ് ഓഫ് a ആൻഡ് b തുടക്കത്തിൽ മാക്സിമം, പിന്നെ കുറഞ്ഞു വന്ന് അവസാനം എത്തുമ്പോൾ എന്റെ പവർ മിനിമം ആവും, ബിന്റെ പവർ മാക്സിമം ആവും. ആ കാര്യം. മൂന്നാമത്തെ എന്താണ്? കോഎഫിഷ്യൻസ് ഫ്രം ദി n+1 റോ ഓഫ് ദി പാസ്കൽസ് ട്രയാങ്കിൾ. ഈ മൂന്ന് ഒബ്സർവേഷൻ നേരത്തെ നടത്തിയത് അതുപോലെ തന്നെ a minus b all raised to n ലുണ്ട്. ദർ ഈസ് നോ ചേഞ്ചസ്. നാലാമത്തെ കാര്യമാണ് നമ്മൾ പറയേണ്ടത്. എന്താണ്? ഓൾട്ടർനേറ്റ് ടേംസ് ആർ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ഓൾട്ടർനേറ്റ് ടേംസ് പോസിറ്റീവ് നെഗറ്റീവ് ആണ്. കൃത്യമായി പറഞ്ഞാൽ അതിന് നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയാണ്. ഓൾ ടേംസ് at odd positions, all terms at odd positions ബ്രാക്കറ്റിൽ ഏതാണ്? ഈവൺ ഇൻഡിസസ് ആർ പോസിറ്റീവ് ആൻഡ് all terms at even position ബ്രാക്കറ്റിൽ എഴുതുന്നു odd indices ആർ നെഗറ്റീവ്. അപ്പോൾ കേവലം ഓൾട്ടർനേറ്റീവ് അല്ല, അതിന് കൃത്യമായിട്ട് പറയണം. ഓൾട്ടർനേറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് കറക്റ്റ് തന്നെ. അതിൽ ഓഡ് പൊസിഷനിൽ ഇരിക്കുന്ന ടേംസ്, ഫസ്റ്റ്, തേർഡ്, ഫിഫ്ത്ത് പൊസിഷനിൽ ഇരിക്കുന്ന അഥവാ ഇൻഡെക്സ് 0, 2, 4 എന്ന് വരുന്ന ഇൻഡെക്സ് ഉള്ള ആളുകളാണ് പോസിറ്റീവ്. പിന്നെ സെക്കൻഡ് ടേം, ഫോർത്ത് ടേം, സിക്സ്ത് ടേം, ഇങ്ങനെ ഈവൺ പൊസിഷനിൽ ഇരിക്കുന്ന ടേംസ് അഥവാ ഇൻഡെക്സ് NC1, NC3, NC5 അതുപോലെ ഓഡ് ഇൻഡെക്സ് വരുന്ന ആളുകളാണ് നെഗറ്റീവ്. അപ്പോൾ അത് കൃത്യമായിട്ട് പറയണം. യെസ്, ദാറ്റ്സ് ഓൾ. So we can say a minus b the whole raised to n is equal to NC0 a raised to n minus NC1 a raised to n minus 1 b plus NC2 a raised to n minus 2 b square plus etc. plus minus 1 raised to n NCN b raised to n. We don't know whether the last term is positive or negative. നമുക്ക് അറിയില്ല. എന്താ കാരണം? ഇവിടെ ഫസ്റ്റ് ടേം എപ്പോഴും പോസിറ്റീവ് നമുക്ക് ഉറപ്പിച്ച് പറയാം. ഫസ്റ്റ് ടേം ഈ n ഈ ഓഡ് ആണെങ്കിൽ ഈവൺ ആണെങ്കിലൊക്കെ ഫസ്റ്റ് ടേം തന്നെയാണ്. പക്ഷേ n ഈവൺ ആണെങ്കിൽ n+1 ഓഡ് ആയിരിക്കും. അപ്പോൾ ലാസ്റ്റ് ടേം ഓഡ് പൊസിഷനിലുള്ള ടേമാണ്, അപ്പോൾ അത് പോസിറ്റീവ് ആയിരിക്കും. n ഈവൺ ആണെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചിന്തിക്കാം? n ഈവൺ ആണെങ്കിൽ -1 raised to n, -1 raised to n എന്ന് വെച്ചാൽ എന്താ? -1 raised to n ഓഡ് ആവുന്ന സമയത്ത് അത് നെഗറ്റീവും n ഈവൺ ആകുമ്പോൾ പോസിറ്റീവ് ആണ്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ ഈവൺ ആണെങ്കിൽ ലാസ്റ്റ് ടേം പോസിറ്റീവ് ആയിരിക്കും, എന്നിൻ്റെ വാല്യൂ ഓഡ് ആണെങ്കിൽ ലാസ്റ്റ് ടേം നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ടാണ് അവിടെ -1 raised to n എന്ന് എഴുതി വെക്കുന്നത്. വേറെ നിവൃത്തിയില്ല. ഇതിനെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ സമ്മേഷൻ ഫോമിൽ ഇതും ഒരു സീരീസ് ആണ്, പ്ലസും മൈനസ് ഒക്കെ സീരീസ് തന്നെയാണ്. സോ a minus b all raised to n could be written as sigma r from 0 to n. ഇനി ഇവിടെ ഓൾട്ടർനേറ്റ് പോസിറ്റീവ് നെഗറ്റീവ് ആണ്. അപ്പോൾ നമ്മൾ ഈ -1 raised to n എഴുതിയ പോലെ -1 raised to r എന്നവിടെ എഴുതി വെക്കും. അപ്പോൾ r ന് 0 കൊടുക്കുമ്പോൾ അത് പോസിറ്റീവ് ആവും. സോ ഫസ്റ്റ് ടേം ഈസ് പോസിറ്റീവ്. r ന് 1 കൊടുക്കുമ്പോഴാണ് സെക്കൻഡ് ടേം കിട്ടുക. r ന് 1 കൊടുക്കുമ്പോൾ -1 raised to 1 നെഗറ്റീവ് ആവും. അപ്പോൾ സെക്കൻഡ് ടേം നെഗറ്റീവ് ആവും. ഓക്കെ. സോ -1 raised to r NCR a raised to n minus r b raised to r. So you can by heart this also. അപ്പോൾ a plus b all raised to n ൽ നിന്ന് a minus b all raised to n ലേക്ക് വരുന്ന ഒരേ ഒരു വ്യത്യാസം ഈ ഒരു -1 raised to r ആണ്. അപ്പോൾ ഇതിൻ്റെ ജനറൽ ടേം എന്താണ് നമുക്ക് നോക്കാം. a plus b all raised to n ൽ നിന്ന് a minus b all raised to n ലേക്ക് വരുമ്പോൾ ജനറൽ ടേമിൽ നമുക്ക് ആകെയുള്ള ഒരു കാര്യം ഇവിടെ ഒരു -1 raised to r ഉണ്ട്. സോ ഇവിടെയും r+1th ടേം തന്നെയാണ് ജനറൽ ടേം, rth ടേം അല്ല. r+1th ടേം -1 raised to r NCR
a raised to n minus r b raised to r is the general term. ഇനി മിഡിൽ ടേമിൽ a plus b whole raised to n എന്താണോ പഠിച്ചത് അത് തന്നെ അപ്ലൈ ചെയ്യുക. pth ടേം ഫ്രം ദ എൻഡിൽ നമ്മൾ എന്താണോ അപ്ലൈ ചെയ്തത് അതുപോലെ തന്നെ എഴുതുക. പിന്നെ എപ്പോഴും -1 raised to r -1 raised to r ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ ടേംസ് 10ാമത്തെ ടേം എന്ന് പറയുമ്പോൾ ഈവൻ പൊസിഷനിലുള്ള ടേം ആണ്, സോ ടേക്ക് ഇറ്റ് നെഗറ്റീവ്. 13th ടേം എന്ന് പറയുമ്പോൾ ഓഡ് പൊസിഷനിലുള്ള ടേം ആണ്, സോ ടേക്ക് ഇറ്റ് പോസിറ്റീവ്. അങ്ങനെ ടേമിന്റെ പൊസിഷൻ ഓഡ് ആകുമ്പോൾ പോസിറ്റീവും ടേമിന്റെ പൊസിഷൻ നെഗറ്റീവ് ഈവൺ ആകുമ്പോൾ നെഗറ്റീവും എടുത്ത് മുമ്പോട്ട് പോകുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. അപ്പോൾ പറഞ്ഞ കാര്യം മിഡിൽ ടേം അതുപോലെ pth ടേം ഫ്രം ദ എൻഡ് ഒക്കെ സെയിം ആസ് ദാറ്റ് ഓഫ് a plus b the whole raised to n. അത് ഞാനിവിടെ എഴുതി തരാം. സോ ഫോർമുല ഫോർ മിഡിൽ ടേം or middle terms and pth term from the end are same as that of a plus b the whole raised to n. ഒരു മാറ്റമില്ല. അഥവാ n ഈവൺ ആവുന്ന സമയത്ത് t of n by 2 plus 1 ഒരു മിഡിൽ ടേം ഉണ്ടാവുള്ളൂ. n ഓഡ് ആവുന്ന സമയത്ത് രണ്ട് മിഡിൽ ടേംസ് tm1 and tm2. tm1 is equal to t of n plus 1 by 2 and t of m2 is the next term. അഥവാ t of n plus 1 by 2 again plus 1. ഓക്കെ, അപ്പോൾ അതിലൊന്നും പ്രത്യേകിച്ച് ഫോർമുലയൊന്നും പറയാനില്ല, നേരത്തെ ഉള്ള അത് തന്നെ ഉപയോഗിക്കുക. ഇനി നമ്മൾ ഈ രണ്ട് ഫോർമുലകളെ ഒന്ന് കമ്പൈൻ ചെയ്യാൻ വേണ്ടി പോവാണ്. വി ആർ ഗോയിങ് ടു കമ്പൈൻ ദി a plus b whole raised to n and a minus b whole raised to n. So let us write this as a plus b whole raised to n is equal to nc0 a raised to n plus nc1 a raised to n minus 1 b plus nc2 a raised to n minus 2 b square plus etc plus ncn b raised to n. That is equation number 1. ഒന്നാമത്തെ equation. Second one, a minus b the whole raised to n is equal to nc0 minus nc1 a raised to n minus 1 b plus nc2 a raised to n minus 2 b square plus etc plus minus 1 raised to n ncn b raised to n. That is equation number 2. Now we are going to combine them. നമ്മൾ രണ്ടും കൂടി ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയാം. അവിടെ ഫസ്റ്റ് സീരീസിൽ എല്ലാ ടേംസും പോസിറ്റീവ് ആണ്. സെക്കൻഡ് സീരീസിൽ ആൾട്ടർനേറ്റ് പോസിറ്റീവ് അഥവാ ഈവൺ പൊസിഷനിലുള്ള ടേംസ് എല്ലാം നെഗറ്റീവ് ആണ്. ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് ഈ ഈവൺ പൊസിഷനിലുള്ള ടേംസ് എല്ലാം ക്യാൻസൽ ആവും. ഓഡ് പൊസിഷനിൽ ഇരിക്കുന്ന nc0 nc2 പോലുള്ള ടേംസ് ഒക്കെ ഡബിൾ ആവും. Similarly, when we subtract them, the terms at odd positions will be cancelled. പിന്നെ ഈവൺ പൊസിഷനിലുള്ള ടേംസ് എല്ലാം ഡബിൾ ആവും. ഈ ഒരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. സോ ഇക്വേഷൻ നമ്പർ 1 plus 2 implies, പലപ്പോഴും ഇത് ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് വരാറുണ്ട്. സോ a plus b the whole raised to n plus a minus b the whole raised to n is equal to, വെരി ഈസിലി നമുക്ക് പറയാവുന്ന കാര്യം, സിഗ്മ ഓഡ് ടേംസ്. ഇത്രേ ചെയ്യേണ്ടതുള്ളൂ. കാരണം ഈവൺ പൊസിഷനിലുള്ള എല്ലാം പോസിറ്റീവ് നെഗറ്റീവും ക്യാൻസൽ ആവും. സിഗ്മ അല്ല, 2 സിഗ്മ ഓഡ് ടേംസ്. കാര്യം ഓഡ് പൊസിഷനിലുള്ള ടേംസ് എല്ലാം ഡബിൾ ആവും. അപ്പോൾ ഇങ്ങനെയുള്ള സീരീസുകൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യമേ തന്നെ ചാടി കയറി എഴുതേണ്ടത് 2 സിഗ്മ ഓഡ് ടേംസ് എന്ന് അങ്ങോട്ട് എഴുതുക. എന്നിട്ട് നമുക്ക് എന്ത് എഴുതാം, 2 ഇൻറ്റു വാട്ട് ആർ ദി ഓഡ് ടേംസ്. ഓഡ് ടേംസ് ആർ ദ ടേംസ് വിത്ത് ഈവൺ ഇൻഡിസസ്. നമ്മൾ നേരത്തെ പറഞ്ഞു. അതുപോലെ ഈവൺ ടേംസ് ആർ ദ ടേംസ് വിത്ത് ഓഡ് ഇൻഡിസസും ആണ്. സോ ഫസ്റ്റ് ടേം nc0 a. Okay, so this is 2 sigma odd terms. But even terms cancel out ingane vannu. Those odd terms are the terms with even indices. So that is nc0 plus nc2 plus nc4 plus etc. ingane itta mani, because we don't know whether the last term is there or not. അവസാനത്തെ term വരോ ഇല്ലേ എന്ന് അറിയില്ല. അവസാനത്തെ term ഇവിടെ നെഗറ്റീവ് ആണെങ്കിൽ, അതായത് n ഓഡ് ആണെങ്കിൽ ലാസ്റ്റ് ടേം നെഗറ്റീവ് ആവും. അപ്പോൾ രണ്ടും കൂടി ക്യാൻസൽ ആയതിനോട് സെക്കൻഡ് ലാസ്റ്റ് ടേം ഉണ്ടാവും, ലാസ്റ്റ് ടേം ഉണ്ടാവില്ല. അല്ല n ഈവൺ ആണെങ്കിൽ ലാസ്റ്റ് ടേം പോസിറ്റീവ് ആവും. അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ ലാസ്റ്റ് ടേം വരും, അപ്പോൾ സെക്കൻഡ് ലാസ്റ്റ് ടേം ഉണ്ടാവില്ല. അപ്പോൾ ലാസ്റ്റ് ടേമോ സെക്കൻഡ് ലാസ്റ്റ് ടേമോ ഏതെങ്കിലും ഒന്ന് ഉണ്ടാവും. ഒന്നുകിൽ സെക്കൻഡ് ലാസ്റ്റ് ടേമിൽ വെച്ച് അവസാനിക്കും, അല്ലെങ്കിൽ ലാസ്റ്റ് ടേമിൽ വെച്ച് അവസാനിക്കും. ഡിപ്പെൻസ് വെദർ n is even or odd. അതുകൊണ്ട് ഇങ്ങനെ വെറുതെ എക്സെപ്റ്റ് വെച്ചേക്കാണ്. ഇതിന് ഇൻഫൈനൈറ്റ് സീരീസ് ആണെന്ന് വിചാരിക്കരുത്. ദാറ്റ് വിൽ ബി end at second last term or at the last term with respect to, അല്ലെങ്കിൽ depends on the value of n, whether it is even or odd. അതാണ് കാര്യം. അടുത്തത് ഇക്വേഷൻ നമ്പർ 1 minus 2 implies. അപ്പോൾ ഇത് a plus b the whole raised to n plus a minus b whole raised to n ആണ്. അടുത്ത 1 minus 2 ചെയ്താൽ a plus b the whole raised to n minus of a minus b the whole raised to n. LHS ൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. RHS ൽ ഓഡ് ടേംസ് എല്ലാം ക്യാൻസൽ ആയി പോകും, ഈവൻ ടേംസ് ആണ് ഡബിൾ ആവുക. സോ ദിസ് ഈസ് 2 സിഗ്മ ഈവൻ ടേംസ്. Now even terms ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. Even terms are the terms with odd indices. Okay, so this is equal to 2 into nc1 a raised to n minus 1 b. ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ടേം. ആദ്യത്തെ ടേം ക്യാൻസൽ ആവും. പ്ലസ് nc3 ഈവൻ ടേംസിന് ഓഡ് ഇൻഡെക്സ്, ഓഡ് ടേംസിന് ഈവൻ ഇൻഡെക്സ്. നേരത്തെ ഓഡ് ടേംസ് ഈവൻ ഇൻഡെക്സ് ആണ് വന്നത്, ഇവിടെ
2 sigma even terms ആയിരിക്കും ഓഡ് ഇൻഡെക്സ് ആണ്. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ വളരെ എളുപ്പമാണ്. a raised to n minus 3 b cube plus etc. അത് നമ്മൾ etc ഇട്ട് വെക്കുന്നത് ഒന്നുകിൽ ലാസ്റ്റ് ടേമിൽ അവസാനിക്കും അല്ലെങ്കിൽ സെക്കൻഡ് ലാസ്റ്റ് ടേമിൽ അവസാനിക്കും. സെക്കൻഡ് ലാസ്റ്റ് ടേമിൽ അവസാനിക്കുന്നത് ലാസ്റ്റ് ടേം ഉണ്ടാവില്ല, ലാസ്റ്റ് ടേമിൽ അവസാനിക്കുന്നത് സെക്കൻഡ് ലാസ്റ്റ് ടേം ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയാണ് ഒരു കാര്യം. So here it is a plus b the whole raised to n minus of a minus b whole raised to. ഇത് അതിന്റെ ജനറൽ ഫോർമുലയാണ്. ഇത് രണ്ടും നിർബന്ധമായിട്ടും ബൈഹാർട്ട് പഠിച്ചു വെക്കേണ്ട സംഭവമാണ്. അറ്റ്ലീസ്റ്റ് 2 sigma odd terms or 2 sigma even terms എന്ന് ഏതെങ്കിലും ഒന്ന് നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, നിർബന്ധമുള്ള കാര്യമാണ്. ഇനി ഇതിന്റെ കുറച്ച് സ്പെഷ്യൽ കേസുകൾ, ചെറിയ സംഗതികൾ നമ്മൾ നോക്കാം. സ്പെഷ്യൽ കേസ്. So a plus b the whole square plus a minus b whole square ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? സമ്മേഷൻ ആണ്. a plus b the whole raised to n plus a minus b whole raised to n ആണ്. 2 sigma odd terms ആണ് വരിക. So 2 into odd terms എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേം ആൻഡ് തേർഡ് ടേം അതാണല്ലോ ഓഡ്, ഫസ്റ്റ് ആൻഡ് തേർഡ്. So ഫസ്റ്റ് ടേം is a square and third term is b square. So 2 into a square plus b square. 2 into a square plus b square. ഇനി ഇത് ചെയ്തു നോക്കിയാൽ അങ്ങനെ തന്നെയാണ്. a plus b whole square നമുക്ക് a square plus b square plus 2ab, a minus b whole square is a square plus b square minus 2ab. ആഡ് ചെയ്യുമ്പോൾ plus 2ab minus 2ab cancel ചെയ്തിട്ട് a square b square ഡബിൾ ആവും. Similarly, we can say a plus b the whole square minus of a minus b whole square is equal to. So a plus b the whole square minus of a minus b whole square is 2 sigma even terms ആണ്. even terms ആകെ ഒന്നേ ഉള്ളൂ. അപ്പോൾ 2 even terms പറയുമ്പോൾ a square plus 2ab plus b square രണ്ടാമത്തെ ടേം ആണ് even term, അത് 2ab തന്നെയാണ്. So 2 into 2ab is equal to 4ab. ഇതും നമുക്ക് നോർമലി ചെയ്ത് നോക്കാം. a plus b whole square a square plus b square plus 2ab, a minus b whole square a square plus b square minus 2ab, a square b square കട്ടാവും, 2ab plus 2ab 4ab കിട്ടും. അത്ര തന്നെ അവിടെ ഉള്ളൂ. ഒന്ന്. അടുത്തത് രണ്ടാമത്തത് a plus b the whole cube plus a minus b the whole cube. ഇത് ആക്ച്വലി ഇത് മൊത്തം എക്സ്പാൻഡ് ചെയ്യണം, ഇത് മൊത്തം എക്സ്പാൻഡ് ചെയ്യണം. എന്നിട്ട് അതിലുള്ള സിമിലർ ടേംസ് ഒക്കെ ക്യാൻസൽ ചെയ്ത് പ്ലസ് ഓർ മൈനസ് ഒക്കെ ക്യാൻസൽ ചെയ്ത് സിമിലർ ടേം ഒക്കെ ഡബിൾ ആക്കി ഒരുപാട് ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മൾ ഈ 2 sigma odd terms ഉപയോഗിച്ച് എഴുതുകയാണെങ്കിൽ we can write it 2 sigma odd terms. ഒന്ന് ആലോചിച്ച് നോക്കിയേ, a plus b whole cube 4 ടേംസ് ആണ് ഉണ്ടാവുക. അവിടെ ആരൊക്കെയാണ് ഓഡ് ടേംസ്? ഫസ്റ്റ് ആൻഡ് തേർഡ്. നോക്കി എഴുതാവുന്നേ ഉള്ളൂ. സോ 2 into ഫസ്റ്റ് ടേം ഈസ് വെരി സിമ്പിൾ. ഫസ്റ്റ് ടേം ഈസ് 3c0 a raised to 3 plus third term is 3c2. third terms in index 2 ആയിരിക്കും. ncr plus 1 equal to ncr അങ്ങനെയാണല്ലോ. സോ സോറി tr plus 1 equal to ncr a raised to n minus r b raised to r. So 3c2 ab square അഥവാ 2 into 3c0 is 1. So a cube plus 3c2 is 3. So 3ab square. അതാണ് a plus b the whole cube plus a minus b whole cube. 2 into a cube plus 3ab square. Similarly, a plus b the whole cube minus of a minus b the whole cube is equal to 2 sigma negative ആയതുകൊണ്ട് 2 sigma even terms. 2 sigma even terms is equal to 2 into even terms are the terms having odd indices. അപ്പോൾ എന്താ വരെ whole cube ആയതുകൊണ്ട് 3c1 odd indexൽ 3c1 a square b plus 3c3. ഫോർത്ത് ടേം ആണ് ലാസ്റ്റ് വരുന്നതിന് 3c3 ആണ് വരിക നാലാമത്തെ ടേമിൽ. ഇത് സെക്കൻഡ് ടേം ആണ്. അപ്പോൾ സെക്കൻഡ് ടേമും ഫോർത്ത് ടേം ആണ് ഈവൻ ടേംസ്. അതിന് ഓഡ് ഇൻഡീസസ് ആണ് ഉണ്ടാവുക. സോ 3c3 b cube. സോ ദിസ് ഇസ് ഈക്വൽ ടു 2 into 3c1 is 3. സോ 3a square b plus b cube. ഇവിടെ ഒരു 2 ഉണ്ട്, ആ കാര്യം മറന്നു പോകരുത്. കാര്യം ഇങ്ങനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് സിമിലർ ടേംസ് ഡബിൾ ആവുന്നുണ്ട്. അപ്പോൾ അതാണ് രണ്ടാമത്തെ. മൂന്നാമത്തെ നോക്കാം. a plus b the whole raised to 4 plus a minus b the whole raised to 4 is equal to 2 sigma odd terms. ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞു വരുന്നത് വളരെ ഈസി ആണെന്നാണ് ഈ ടെക്നിക്ക് പഠിച്ചു വെച്ചാൽ. അപ്പോൾ ഇവിടെ പ്ലസ് ആയതുകൊണ്ടാണ് ഓഡ് ടേംസ് വരുന്നത്. സോ 2 into odd terms are the terms having even indices. ആരൊക്കെയാണ് ഈവൻ ഇൻഡെക്സ് ഉള്ളത് വരിക? 4c0 4c2 4c4. അഥവാ ഓഡ് ടേംസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേം, തേർഡ് ടേം, ഫിഫ്ത്ത് ടേം. a plus b whole raised to 4 മൊത്തം 5 ടേംസ് ആണ്. ഫസ്റ്റ്, തേർഡ്, ഫിഫ്ത്ത് ആർ ദി ഓഡ് ടേംസ്. സെക്കൻഡ് ആൻഡ് ഫോർത്ത് ആർ ദി ഈവൻ ടേംസ്. സോ വെരി ഈസി. നൗ ഹിയർ 4c0 a raised to 4 plus 4c2 a square b square plus 4c4 b raised to 4. Now അതിന്റെ വാല്യൂസ് നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദിസ് ഇസ് 2 into 4c0 is 1. So a raised to 4 plus 4c2 is 6a square b square plus 4c4 is again 1. So b raised to 4. ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2a raised to 4 plus 12a square b square plus 2b raised to 4 അങ്ങനെയൊക്കെയാണ് കിട്ടുക. Now a plus b the whole raised to 4 minus of a minus b the whole raised to 4 is equal to ഇവിടെ സബ്ട്രാക്ഷൻ ആവുമ്പോൾ 2 sigma odd termsന് പകരം 2 sigma even terms. Now that is equal to 2 into even terms are the terms with odd indices. അപ്പോൾ a plus b whole raised to 4 contains 5 terms. Those are first, second, third, fourth and fifth. ഇങ്ങനെ 5 ടേംസ് ആണ് ഉണ്ടാവുക. അതിൽ ഈവൻ ടേംസ് എന്ന് പറയുമ്പോൾ ദോസ് ആർ സെക്കൻഡ് ആൻഡ് ഫോർത്ത്. സെക്കൻഡിന്റെ ഇൻഡെക്സ് 1ഉം ഫോർത്തിന്റെ ഇൻഡെക്സ് 3ഉം ആയിരിക്കും. സോ ദിസ് ഇസ് 4c1
a cube b plus 4c3ab cube are the two terms, two even terms. This is second, this is fourth. Now this is equal to 2 into 4c1 is 4. So 4a cube b plus 4c3 is 4c1 itself. That is also 4ab cube. Okay. അതാണ് a plus b the whole raised to 4 minus of a minus b the whole raised to 4. നമുക്ക് ഇതിലൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. Find a question. Find the value of root 2 plus 1 whole raised to 5 minus of root 2 minus 1 whole raised to 5. ഇങ്ങനെ ഒരു വലിയ എക്സ്പ്രഷൻ തന്നിട്ട് അതിൻ്റെ വാല്യൂ എന്താണ് എന്ന് ചോദിക്കാം. അത് കുറേ ഓപ്ഷൻസ് ഒക്കെ തന്നിട്ട് ഇങ്ങനെ ഒരു ചോദ്യം വരികയാണ് എന്ന് വിചാരിക്കാം. Now we can evaluate it as root 2 plus 1 whole raised to 5 minus of root 2 minus 1 whole raised to 5 is basically in the form a plus b the whole raised to n minus of a minus b whole raised to n. That is 2 sigma even terms. So 2 summation even terms. Now what are the even terms? What are negative even terms? So what are the even terms? Even terms are a plus b the whole raised to 5 contains 6 terms. So the even terms are second, fourth and sixth. Second term is 5c1 a raised to 4b. The third term will be, fourth term will be 5c3 a square b cube, and last the sixth term is 5c5 b raised to 5. There is no a raised to 0, b raised to 5. ഇതെല്ലാം tr plus 1 is equal to ncr a raised to n minus r b raised to r എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ആ ടേംസ് ഒക്കെ എഴുതുന്നത്. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. Now 5c1 is 5 itself, 5c3 is 5c2, that is 10, 5c3, 5c2 10 ആണ്, then 5c5 is again 1. So 2 into 5a raised to 4b plus 5c3 is 10a square b cube plus 5c5 is 1, so b raised to 5. Now when we open by using this 2, so 10a raised to 4b plus 20a square b cube plus 2b raised to 5. Now what is a? A is root 2 and b is 1. Root 2 plus 1 നെയാണ് നമ്മൾ a plus b ആയിട്ട് വായിക്കുന്നത്. അപ്പോൾ a is root 2 and b is 1. So put a is equal to root 2 and b is equal to 1. So what we get? Again equal to 10 into root 2 raised to 4. Root 2 raised to 4 എന്ന് വെച്ചാൽ അത് 4 ആണ്. root 2 raised to 4 എന്ന് വെച്ചാൽ 2 സ്ക്വയർ ആണ്. അങ്ങനെ നോക്കിയാൽ മതി. So into b is 1 plus 20 into root 2 square. Root 2 square is 2 into b cube, 1 cube plus 2 into 1 raised to 5. Okay, let us evaluate this. So 10 into 2 root 2 raised to 4 is 2 plus 20 into root 2 square is 2 plus 2 into 1 is 2 itself. So here it is not into, here plus. Okay, now 10 into 2 is 20, 20 into 2 is 40 plus 2. 20 plus 40 is 60, 60 plus 1 is 62 is the answer. അപ്പോൾ കാണുന്ന സമയത്ത് നമുക്ക് ഇതിന് 62 ആണ്, അതൊരു പോസിറ്റീവ് ഇൻറ്റിജർ വാല്യൂ ആണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വിശ്വസിക്കാൻ തോന്നില്ല. കാര്യം റൂട്ട് 2 പ്ലസ് 1 ഇറാഷണൽ നമ്പറാണ്, റൂട്ട് 2 മൈനസ് 1 ഇറാഷണൽ നമ്പറാണ്. പക്ഷേ ഇങ്ങനെ ഒക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ കുറേ റാഷണൽ, അതിൻ്റെ എക്സ്പാൻഷനകത്ത് 6 ടേംസ് ഉണ്ട്, അതിൽ കുറേ ടേംസ് റാഷണലും കുറേ ടേംസ് ഇറാഷണലൊക്കെ വരും. പക്ഷേ നമ്മളിങ്ങനെ സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് അതിൽ കൃത്യമായിട്ട് അതിൽ ഇറാഷണൽ ടേംസ് എല്ലാം ക്യാൻസൽ ആയിട്ട് റാഷണൽ അഥവാ ഇൻറ്റിജർ ടേംസ് എല്ലാം കമ്പൈൻ ചെയ്തിട്ടാണ് ഈ 62 ആവുന്നത്. പക്ഷേ നമ്മളത് വളരെ ടാക്കിൾ ചെയ്ത് ഈസി ആയിട്ട് ചെയ്തു പോകുന്നു എന്നേ ഉള്ളൂ. ഒരു എക്സാമ്പിളും കൂടെ നമുക്കൊന്ന് ചെയ്തു നോക്കാം. Let us do one more question. Question 2. 2 plus root 3 whole raised to 4 plus 2 minus root 3 whole raised to 4. ഇത് എത്രയാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോവാം. ഇത് ഏത് ഫോമിലാണത്? a plus b the whole raised to 4 plus a minus b whole raised to 4 ആണ് കിടക്കുന്നത്. അപ്പോൾ a plus b a minus b യുടെ ഇടയിൽ പ്ലസ് ആയതുകൊണ്ട് 2 sigma odd terms ആണ്, അവിടെ മൈനസ് ആയത് 2 sigma even terms ആണ് വരിക. So this is 2 sigma odd terms. അത് മറന്നു പോകരുത്. അതിൻ്റെ ഇടയിൽ പ്ലസ് വരുമ്പോൾ 2 sigma odd terms, മൈനസ് വരുമ്പോൾ 2 sigma even terms. That is equal to, what are the odd terms here? a plus b whole raised to 5, a plus b whole raised to 4 contains 5 terms, exactly the 5 terms. So the odd terms are first, third and fifth. ഫസ്റ്റ് ടേമിൻ്റെ ഇൻഡെക്സ് 0 ആയിരിക്കും, തേർഡ് ടേമിൻ്റെ ഇൻഡെക്സ് 2 ആയിരിക്കും, ഫിഫ്ത്ത് ടേമിൻ്റെ ഇൻഡെക്സ് 4 ആയിരിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മളത് എഴുതേണ്ടത്. Now this is the first term is 4c0 a raised to 4 and third term, odd terms ആണല്ലോ വരുന്നത്. Third term is 4c2 a square b square and the fifth term is 4c4 b raised to 4. So these are the terms. Now we can open this bracket. 2 into 4c0 is 1, so a raised to 4. 4c2 is 6, a square b square plus 4c4 is again 1, so simply b raised to 4. Now let us open this bracket by using this 2. So we get 2a raised to 4 plus 2 into 6a square b square is 12a square b square
plus 2b raised to 4. Now what are the values? 2 plus root 3 and 2 minus root 3. We are comparing with a plus b and a minus b. So a is 2 and b is root 3. Very clear that 2 plus root 3 is a plus b, 2 minus root 3 is a minus b. So a is 2 and b is root 3. So put a is equal to 2 and b is equal to root 3. Let us substitute here. So this is equal to 2 into 2 raised to 4. 2 raised to 4 is 16. 16 into 2 will be 32. Plus 12 into a square. 2 square is 4 into root 3 square. B square will be root 3 square. And we know that root 3 square is 3. Plus 2 into b raised to 4. That is root 3 raised to 4. Root 3 raised to 4 will be 9. Root 3 raised to 4 എന്ന് പറയുമ്പോൾ ആദ്യം root 3 ഒന്ന് സ്ക്വയർ ചെയ്യണം, അപ്പോൾ അത് 3 ആവും, വീണ്ടും സ്ക്വയർ ചെയ്യുമ്പോൾ അത് 9 ആവും. ഓക്കെ. So this is 32 plus 2 square is 4 into 3, 12, 12 into 12, 144, 4 into 3, yeah. Plus 2 into, നേരത്തെ പറഞ്ഞു ഇത് 9 ആണ്, 9 into 2 is 18. Now we can add them. 32 plus 18 is 50. 50 plus 144 is 194. Again, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ഇറാഷണൽ വാല്യൂസ് ആണ്. ഇവരെങ്ങനെ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് 2 plus root 3, 2 minus root 3 രണ്ട് ഇറാഷണൽ ആണ്. പക്ഷേ ഓൾ റൈസ് ടു 4 എടുത്ത് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്കൊരു ഇൻഡിജർ വാല്യൂ ആണ്. എപ്പോഴും ഇൻഡിജർ ആവണമെന്നില്ല, ചിലപ്പോൾ റൂട്ട് 2 ടേമിൽ റൂട്ട് 3 ടേമിലൊക്കെ ആൻസേഴ്സ് വരാം. ഞാൻ കാണിച്ചു തന്ന എക്സാമ്പിൾ ഇതൊക്കെ പോസിബിൾ ആണ് എന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ തന്നു എന്നേ ഉള്ളൂ. ഓക്കെ. So that's all about a plus b whole raised to n and a minus b whole raised to n. തൽക്കാലം നമുക്ക് അതിനകത്ത് രണ്ട് മേഖലയിൽ ഇത്രേ പറയാനുള്ളൂ. ഇനി നമുക്ക് അതിൻ്റെ ഒരു സ്പെഷ്യൽ കേസ് ആയിട്ടുള്ള ഒരു സീരീസിലേക്കാണ് പോകേണ്ടത്. ദാറ്റ് ഈസ് 1 plus x whole raised to n. അപ്പോൾ അവിടെ എന്തെല്ലാം ചെയ്യാനുണ്ടാവും? 1 plus x whole raised to n ന്റെ എക്സ്പാൻഷൻ. അവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? a plus b whole raised to n നമ്മളെ കയ്യിലുണ്ട്. സോ പുട്ട് a equal to 1 and b equal to x. അത്രേ ചെയ്യേണ്ടതുള്ളൂ. നേരത്തെ ചെയ്തെടുത്ത പോലെ നമ്മൾ എന്ത് ചെയ്യുക? കോഎഫിഷ്യന്റുകൾ നോക്കി അതിനെ ഒബ്സർവ് ചെയ്ത് പാസ്കൽ ട്രയാങ്കിൾ പോയി ഇങ്ങനെയൊന്നും നമ്മൾ കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ അത് ഉപയോഗിച്ച് പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള കാര്യമാണ്. സിമിലർലി വി ഹാവ് ടു മേക്ക് 1 minus x whole raised to n. ഇതിൻ്റെയൊക്കെ ജനറൽ ടേം, പിന്നെ മിഡിൽ ടേം, പീത്ത് ടേം ഫ്രം ദ എൻഡ്, അതിനൊക്കെ പഴയ ഫോമുല തന്നെ മതിയാവും. അങ്ങനെ പിന്നെ ഇത് തമ്മിൽ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. ഇവിടെ 1 plus x whole raised to n ആകുമ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സീരീസുകളും കൂടി ഒന്ന് പരിഗണിച്ച് നോക്കേണ്ടതുണ്ട്. ഫൈനലി അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള സീരീസ്, ഡിഫറൻഷിയേറ്റ് ചെയ്തുകൊണ്ടുള്ള സീരീസ്, അത് നമ്മൾ പ്യുവർലി JEE മെയിൻ ആൻഡ് അഡ്വാൻസ്ഡിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയാണ് 1 plus x whole raised to n ഉള്ളത്. ലെറ്റ് us begin. സോ ബൈനോമിയൽ theorem for 1 plus x the whole raised to n and its properties. നമുക്ക് തുടങ്ങാം. 1 plus x the whole raised to n ആണ് നമുക്ക് കിട്ടേണ്ടത്. അതിനുവേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്ത് തന്നെയാണ്? a plus b the whole raised to n തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. a plus b whole raised to n is equal to nc0 a raised to n plus nc1 a raised to n minus 1 b plus nc2 a raised to n minus 2 b square plus etc. ncn b raised to n. Now put a is equal to 1 and b is equal to x. a ക്ക് പകരം 1 എന്നും b ക്ക് പകരം x എന്നും കൊടുക്കുക. So this a plus b raised to n will directly become 1 plus x. ഇവിടെയുള്ള a എല്ലാം 1 ആയിട്ട് അതൊക്കെ പോകും, b കാണുന്നിടത്തെല്ലാം x എന്ന് എഴുതുക. So we get 1 plus x whole raised to n is equal to nc0. അത്രയേ ഉള്ളൂ, 1 എന്നൊന്നും എഴുതണ്ട. Plus nc1 x plus nc2 x square etc. plus very simple ncn x raised to n. Very easy series. nc0 plus nc1 x, nc2 x square, nc3 x cube plus nc4 x raised to 4 plus etc. plus ncn x raised to n. There exists again n plus 1 terms. പിന്നെ എന്താണ്? എക്സിൻ്റെ പവർ ഇങ്ങനെ ഇൻക്രീസ്, എൻ്റെ പവർ ഒന്നും പറയാനില്ല, ആകെ എക്സ് മാത്രമല്ല. എക്സിൻ്റെ പവർ ഓരോ ടേമിൽ നിന്നും ഇങ്ങനെ തുടക്കത്തിൽ എക്സ് ഇല്ല, അവസാനത്തിൽ എക്സ് റൈസ് ചെയ്യുന്നത് അതിങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരും. പിന്നെ കോഎഫിഷ്യൻസ് എന്ത് തന്നെയാണ്? ബൈനോമിയൽ കോഎഫിഷ്യൻസ് nc0, nc1, nc2 ഈ സാധനങ്ങൾ തന്നെയാണ്. സോ 1 plus x whole raised to n can be written as in the summation form sigma r from 0 to n. അപ്പോൾ n plus 1 ടേംസ് ആണെന്ന് വളരെ വ്യക്തമാണ്. r from 1 to n ലാണ് n ടേംസ് ഉണ്ടാവുക, 0 to n ആകുമ്പോൾ അത് n plus 1 ടേംസ് ഉണ്ടാവും. ആൻഡ് ദ ജനറൽ ടേം ഈസ് ncr x raised to r. ഇതെല്ലാം നമ്മൾ ബൈ ഹാർട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. ദെൻ ജനറൽ ടേം. ജനറൽ ടേം നേരത്തെ പറഞ്ഞ പോലെ ആർത്ത് ടേം അല്ല, r plus 1th ടേമിനെയാണ് ജനറൽ ടേം ആയിട്ട് എടുക്കേണ്ടത്. സോ tr plus 1 is equal to ncr x raised to r. വെരി ഈസി. ncr a raised to n minus r b raised to r ഒന്നും ഇനിയില്ല, ncr x raised to r മാത്രം എഴുതിയാൽ മതി. ക്വൈറ്റ് ഈസി. ഇനി t10 വേണമെന്നുണ്ടെങ്കിൽ t10 is equal to nc9 x raised to 9. ശ്രദ്ധിക്കുക, ഇവിടെ 10 ഇവിടെ 9, അതാണ് r plus 1 r തമ്മിലുള്ള കണക്ഷൻ. t12 is equal to nc11 x raised to 11. അങ്ങനെ എത്ര വേണമെങ്കിലും എഴുതാം. That's all about 1 plus x the whole raised to n. Similarly, we are going to 1 minus x whole raised to n. 1 minus x whole raised to n is equal to
നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 പ്ലസ് ഓഫ് മൈനസ് എക്സ് ദ ഹോൾ റേഷ്യോ 1 പ്ലസ് എക്സ് ഹോൾ റേഷ്യോന്റെ സീരീസ് അറിയാം, അതിൽ നിന്ന് 1 മൈനസ് എക്സ് ഹോൾ റേഷ്യോന്റെ സീരീസിലേക്ക് പോകാൻ ഇത്രേ പണിയുള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു NC0 plus NC1 into minus x plus NC2 into minus x square plus etc. plus NCn minus x whole raised to n. Now this is equal to NC0 minus NC1x plus NC2 x square minus NC3 x cube plus etc. minus 1 raised to n NCn x raised to n. ഇതാണ് സീരീസ് 1 minus x whole ratio. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇവിടെ ഉള്ളൂ. ഓൾട്ടർനേറ്റ് ടേംസ് ആർ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ്. അതിൽ തന്നെ ടേംസ് അറ്റ് ദി ഓഡ് പൊസിഷൻ അഥവാ ടേംസ് വിത്ത് ഈവൺ ഇൻഡിസസ് ആർ പോസിറ്റീവ് ആൻഡ് ടേംസ് അറ്റ് ഈവൺ പൊസിഷൻ ദാറ്റ് ഈസ് ടേംസ് വിത്ത് ഓഡ് ഇൻഡിസസ് ആർ നെഗറ്റീവ്. സിഗ്മ ഫോമിലേക്ക് മാറ്റുവാണെങ്കിൽ 1 മൈനസ് എക്സ് ദ ഹോൾ റേസ് ടു n ഈസ് ഈക്വൽ ടു സമ്മേഷൻ r ഫ്രം 0 ടു n മൈനസ് 1 റേസ് ടു r. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അഥവാ ഓഡ് ടേംസ് n ന് 0 കൊടുക്കുമ്പോൾ ഈവൺ ഇൻഡെക്സ് ആണ്. ഈവൺ ഇൻഡെക്സ് വരുമ്പോൾ ഓഡ് പൊസിഷനിലായിരിക്കും ടേം ഇരിക്കുന്നുണ്ടാവുക. NCR x റേസ് ടു r ബൈ ഹാർട്ട് പഠിക്കേണ്ടതാണ്. ഇതാണ് 1 മൈനസ് എക്സ് ദ ഹോൾ റേസ് ടു n. ദെൻ ജനറൽ ടേം TR പ്ലസ് 1 ഇസ് ഈക്വൽ ടു ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഇത് A പ്ലസ് ബി ഹോൾ റേസ് ടു n ൽ നിന്ന് A പ്ലസ് ബി ഹോൾ റേസ് ടു n ൽ നിന്ന് A മൈനസ് ബി ഹോൾ റേസ് ടു n ലേക്ക് പോയപ്പോൾ നമ്മൾ തുടക്കത്തിൽ ഒരു മൈനസ് 1 റേസ് ടു r ഇട്ടിരുന്നു. അത് തന്നെ ഇവിടെ ഉള്ളൂ. മൈനസ് 1 റേസ് ടു r NCR x റേസ് ടു r ഇസ് ദ ജനറൽ ടേം. ഓക്കെ, അപ്പോൾ ഓഡ് പൊസിഷനിലാണ് പോസിറ്റീവ് കൊടുക്കുക, ഈവൺ പൊസിഷനിലാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് T11 ആണ് മൈനസ് 1 റേസ് ടു 10 എന്ന് എഴുതാൻ പോകണ്ട, അത് പോസിറ്റീവ് ആണ്. NC10 x റേസ് ടു 10 അത്ര എഴുതിയാൽ മതി. അതുപോലെ T20 ആണെങ്കിൽ അത് ഈവൺ പൊസിഷനിലാണ്, നെഗറ്റീവ് ആയിരിക്കും. മൈനസ് ഓഫ് NC19 x റേസ് ടു 19 ഇങ്ങനെ എഴുതിയാൽ മതി. അതാണ് ഈ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ രണ്ട് സീരീസുകൾ തമ്മിൽ നമുക്ക് ആഡ് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യണം. ഈ സീരീസിൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷനും കൂടി പരിഗണിക്കേണ്ടതുണ്ട്. അത്രയും 3 കാര്യങ്ങൾ ചെയ്തു നോക്കാം. അതിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ കൺക്ലൂഡ് ചെയ്യാൻ, എന്തൊക്കെ പറയാൻ പറ്റും എന്നൊക്കെ നോക്കാം. ഇതുകൂടെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് കോഎഫിഷ്യന്റ് അനാലിസിസിലേക്ക് പോകാൻ. ഒരു പെർട്ടിക്കുലർ ടേമിന്റെ കോഎഫിഷ്യന്റ് എങ്ങനെ കണ്ടുപിടിക്കാം. ഈ കോഎഫിഷ്യന്റ് ഇപ്പോൾ x റൈസ് ടു n ന്റെ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആ n ന്റെ വാല്യൂ 0 ആണെന്ന് സങ്കല്പിച്ച് കഴിഞ്ഞാൽ ഫൈൻഡ് ദ കോഎഫിഷ്യന്റ് ഓഫ് x റൈസ് ടു 0 അഥവാ ടേം ഇൻഡിപെൻഡന്റ് ഓഫ് x എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. അങ്ങനെ നമുക്ക് കാര്യങ്ങളെ എക്സ്റ്റെൻഡ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. Okay, so let us begin. 1 plus x the whole raised to n is equal to NC0 plus NC1x plus NC2x square plus etc. plus NCn x raised to n. That is equation number 1. The second series is 1 minus x whole raised to n is equal to NC0 minus NC1x plus NC2x square plus etc. Again minus 1 raised to n NCn x raised to n. That is equation number 2. Now let us combine them. Equation number 1 plus 2 implies, let us add them. So 1 plus x whole raised to n plus 1 minus x the whole raised to n is equal to. ഇതിങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈവൺ പൊസിഷനിലുള്ള ടേംസ് എല്ലാം അങ്ങ് ക്യാൻസൽ ആയി പോകും. ഈവൺ ഓഡ് പൊസിഷനിലുള്ള ടേംസ് എല്ലാം ഡബിൾ ആവും. നേരത്തെ കണ്ട അതേ സംഗതി തന്നെ. സോ 2 സിഗ്മ ഓഡ് ടേംസ്. ഇത് എഴുതുന്നതിൽ നമ്മൾ യാതൊരു ലജ്ജയും വിചാരിക്കേണ്ട കാര്യമില്ല. അതിങ്ങനെ അങ്ങോട്ട് എഴുതുക. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. സോ 2 ഇൻറ്റു ഓഡ് ടേംസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ്, തേർഡ്, ഫിഫ്ത്ത് ഇങ്ങനെയാണ് പോവുക. ഫസ്റ്റ് ടേമിന് ഇൻഡെക്സ് 0 ആയിരിക്കും, തേർഡ് ടേംസിന് ഇൻഡെക്സ് 2 ആയിരിക്കും, ആൻഡ് സോ ഓൺ. So this is NC0 plus NC2x square plus NC4 x raised to 4 plus etc. We don't know whether the last term or second last term will end this. എവിടെയാണ് ഇത് അവസാനിക്കുക എന്ന് നമുക്കറിയില്ല. Similarly 1 minus 2 അത് n ഈവൺ ആണോ ഓഡ് ആണോ തന്നാലേ പറയാൻ പറ്റുള്ളൂ. So 1 minus 2 implies 1 plus x the whole raised to n minus of 1 minus x the whole raised to n is equal to 2 sigma even terms. 2 sigma even terms, that is equal to 2 into even terms എന്ന് പറയുമ്പോൾ സെക്കൻഡ്, ഫോർത്ത്, സിക്സ്ത് ഇങ്ങനെയാണ് പോവുക. സെക്കൻഡിന് ഇൻഡെക്സ് 1 ആയിരിക്കും, ഫോർത്തിന് ഇൻഡെക്സ് 3 ആയിരിക്കും, സിക്സ്ത്തിന് ഇൻഡെക്സ് 5 ആയിരിക്കും, ആൻഡ് സോ ഓൺ. സോ ദാറ്റ് ഈസ് NC1x plus NC3 x cube plus NC5 x raised to 5 plus etc. ഇതാണ് സെക്കൻഡ് സീരീസ്. ഓക്കെ, ദാറ്റ്സ് ഓൾ. അത് ഉപയോഗിച്ചുള്ള പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നോക്കാം. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ദെൻ coefficient of x raised to n in an expansion. ഇതും ഇതിനോടനുബന്ധിച്ചുകൊണ്ട് നമുക്ക് ടേം ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ്, എക്സ് റൈസ് ടു എന്നിൽ എന്നിന് 0 കൊടുത്താൽ അത് 1 ആവും, അതോടെ എക്സ് ഉണ്ടാവില്ല. അപ്പോൾ ടേം ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് മീൻസ് ദ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് റൈസ് ടു 0 ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്, കോഎഫിഷ്യന്റ് ഓഫ് എക്സ് റൈസ് ടു n in an expansion. ഇത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഒരു തിയറി എന്നുള്ള നിലക്ക് പഠിക്കുന്നതിലുപരി, കാരണം ഇതിന് തിയററ്റിക്കലി യാതൊരു തരത്തിലുള്ള ആപ്ലിക്കേഷൻ ഇതിനില്ല. പ്രോബ്ലം ചെയ്യാന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഇതിനുള്ളൂ. അതുകൊണ്ട് ഒരു പ്രോബ്ലം എടുത്തുകൊണ്ട് തന്നെ നമുക്കിത് ഡിസ്കസ് ചെയ്യാം. തുടർന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിലൂടെ നമുക്കതിനെ ഉറപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതുകയാണ്. ഫൈൻഡ് ദ കോഎഫിഷ്യന്റ് ഓഫ് x square
find the coefficient of x square in the expansion of x cube, not x square, x raised to 5 in the expansion of x cube plus 2 by x square whole raised to 10. ഇങ്ങനെ ഒരു ടേമിൽ ഇതിപ്പോൾ ഇങ്ങനെ എക്സ് റൈസ് ടു 5 എന്ന് പറയുന്ന ഒരു ടേം ഇതിലുണ്ടോ എന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല. ഞാൻ വെറുതെ എഴുതിയതാണ്. ഞാൻ മെത്തേഡ് ഒന്ന് പഠിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രം. ഇങ്ങനെ ക്വസ്റ്റ്യൻ ആക്ച്വലി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയില്ല. വെറുതെ എൻ്റെ വായി തോന്നിയ കുറച്ച് നമ്പേഴ്സ് ഒക്കെ ഇട്ട് തൽക്കാലം ക്വസ്റ്റ്യൻ ഉണ്ടാക്കി. അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. ഒരു എ പ്ലസ് ബി ഹോൾ റേഷ്യോ ഉണ്ട് എക്സ് 1 ബൈ എക്സ് സ്ക്വയർ അല്ലെങ്കിൽ എക്സ് റൈസ് ടു -4 പ്ലസ് എക്സ് റൈസ് ടു -, അങ്ങനെ രണ്ട് ടേംസ് ഹോൾ റേസ് ടു 10 ഒരു ബൈനോമിയൽ എക്സ്പാൻഷൻ ഉണ്ടാവും. അതിനകത്ത് എക്സ് റൈസ് ടു 5ന്റെ കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ എക്സ് റൈസ് ടു 11ന്റെ കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ എക്സ് റൈസ് ടു -17ന്റെ കോഎഫിഷ്യന്റ് വാട്ടെവർ എന്തും ആവാം, എന്തും ചോദിക്കാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എത്രാമത്തെ ടേം 11th ടേം 10th ടേം അങ്ങനെ ഒരു പെർട്ടിക്കുലർ rth ടേം അല്ലെങ്കിൽ r+1th ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ജനറൽ ഫോം ഉണ്ട്. നമ്മളത് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കും ജനറൽ ടേമിൻ്റെ ഫോമിൽ ഉപയോഗിച്ചുകൊണ്ട്. ഇവിടുത്തെ പ്രശ്നം കോഎഫിഷ്യന്റ് ഓഫ് എക്സ് റൈസ് ടു 5 എന്ന് പറയുമ്പോൾ വി ഡോണ്ട് നോ what is the cardinal position of the term possessing x raised to 5. x raised to 5 വരുന്ന ടേം എത്രാമതാണ്, അതിൻ്റെ കാർഡിനൽ നമ്പർ എത്രയാണ്, അതിൻ്റെ പൊസിഷൻ എവിടെയാണ് എന്ന് നമുക്ക് അറിയില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് ടേം. അതിനുവേണ്ടി നമ്മൾ എന്താണ് ഉപയോഗിക്കേണ്ടത്? ജനറൽ ടേം. ജനറൽ ടേം എടുത്തിട്ട് അതിൽ എക്സിൻ്റെ ടോട്ടൽ പവർ കണ്ടുപിടിക്കുക. ആ ടോട്ടൽ പവറിനെ എക്സ് റൈസ് ടു 5 ആണെങ്കിൽ 5ലേക്ക്, എക്സ് റൈസ് 6 ആണെങ്കിൽ 6ലേക്ക് എത്രയാണോ ക്വസ്റ്റ്യനിൽ തന്ന് അതിലേക്ക് ഇക്വേറ്റ് ചെയ്യുക ആൻഡ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് ആർ. ആറിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ആ ടേം എന്ന് പറയുന്നത് r+. ഇപ്പോൾ ആറിൻ്റെ വാല്യൂ 6 കിട്ടിയാൽ 7th ടേം, ആറിൻ്റെ വാല്യൂ 5 കിട്ടിയാൽ 6th ടേം, ആറിൻ്റെ വാല്യൂ 4 കിട്ടിയാൽ 5th ടേം. അങ്ങനെ ടേമിൻ്റെ പൊസിഷൻ ഏതാണെന്ന് നമുക്ക് ആദ്യം പറയാം. ചിലപ്പോൾ അത് മാത്രമായിരിക്കും ക്വസ്റ്റ്യൻ, കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടാവില്ല. എത്രാമത്തെ ടേമിലാണ് എക്സ് റൈസ് ടു 5 എക്സിസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എത്രാമത്തെ ടേമിലാണ് എക്സ് റൈസ് ടു 8 എക്സിസ്റ്റ് ചെയ്യുന്നത്, ഇതായിരിക്കും ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ അവിടെ വെച്ച് നിർത്താം. കോഎഫിഷ്യന്റ് ആണെങ്കിൽ നിങ്ങൾ ആ എത്രാമത്തെ ടേം ആണെന്ന് കണ്ടുപിടിച്ചിട്ട് ആ ടേം ഇവാലുവേറ്റ് ചെയ്യണം ബൈ യൂസിങ് ദ ഫോർമുല ഫോർ ജനറൽ ടേം. എന്നിട്ട് ആ എക്സിൻ്റെ കൂടെ വരുന്ന നമ്പർ എന്താണോ അതാണ് കോഎഫിഷ്യന്റ്, അതെടുത്ത് എഴുതുക വേണം. കുറച്ച് പണിയുണ്ട്. സോ ലെറ്റ് us begin. ആദ്യം തന്നെ നമുക്ക് ജനറൽ ടേം എഴുതാം. TR+1 is equal to NCR a raised to n minus r b raised to r. Here in this case a is x cube and b is 2 by x square. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. and n is 10. So here it is 10CR. r ആണ് നമുക്ക് അറിയാത്തത്. r കിട്ടിക്കഴിഞ്ഞാൽ r+1 കിട്ടും. അപ്പോൾ ടേമിന്റെ പൊസിഷൻ എന്താണെന്ന് കിട്ടും. ടേമിന്റെ പൊസിഷൻ എന്താണെന്ന് അറിയാമായിരുന്നു ഇതൊന്നും കഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ. അത് അറിയാത്തതാണ് നമ്മുടെ ക്രൈസിസ്. നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് ടൈപ്പ് ക്രൈസിസിനെയാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി നമുക്ക് നല്ല ബോധം ഉണ്ടാവും. ഒരു കാര്യം ചെയ്യുമ്പോൾ അവിടെ എന്തായിരുന്നു നമ്മൾ പ്രശ്നം, അതിനെ എങ്ങനെയാണ് നമ്മൾ പരിഹരിച്ചത്, അത് പരിഹരിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്, ഇതൊക്കെ നമുക്ക് അറിയണം. അത് വെറുതെ എങ്ങനെ എഴുതി പോകുക എന്നുള്ളതല്ല. ഒരു പ്രൊസീജിയർ വെറുതെ കാണാപ്പാടെ പഠിച്ചു വെക്കരുത്. സോ 10CR a is x cube. So x cube raised to 10 minus r into 2 by x square whole raised to r. ഇവിടെ ഉള്ള കോൺസ്റ്റന്റ് ടേംസിനെ എല്ലാം നമുക്ക് ആദ്യമേ കമ്പൈൻ ചെയ്യാം. 10CR is a constant. ഇനി ഇവിടെ ഒരു 2 by x square 2 raised to r ഉണ്ടാവും. So 2 raised to r comes here. ബാക്കി എന്താ ഉണ്ടാവുക? x cube raised to 10 minus r. അപ്പോൾ ഈ 3 into 10 minus r മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x raised to 30 minus 3r ആവും. ഇവിടെ x raised to -2r ആവും. അതെല്ലാം കൂടെ കമ്പൈൻ ചെയ്താൽ x raised to 30 minus 3r. x cube raised to 10 minus r is x raised to 30 minus 3r. x 1 by x square whole raised to r is x raised to -2r. Now let us combine them. Now this is equal to 10CR 2 raised to r. This much is the total coefficient. ഇതാണ് മൊത്തം കോഎഫിഷ്യന്റ്. 10CR contributes to the coefficient. 2 raised to r also contribute to the coefficient. ബാക്കിയെല്ലാം വേരിയബിൾ പാർട്ടാണ്, x പാർട്ടാണ്. ഇവിടെ ഒന്നും x ഇല്ല. So x raised to 30 minus 3r minus 2r is 30 minus 5r. This is the power of x. 30 minus 5r is the index of x in the general term. ജനറൽ ടേമിൽ എക്സിന്റെ പവർ അതാണ്. അത് എന്താവണം എന്നാ പറഞ്ഞേ, നമ്മൾ പെർട്ടിക്കുലർ ടേമിൽ അത് എക്സ് റൈസ് ടു 5 ആവണം എന്ന് വെച്ചാൽ വി ഹാവ് ആൻ ഇക്വേഷൻ 30 minus 5r is equal to 5. That's all. Now we can solve this. Let's take this minus 5r to the RHS and 5 to the LHS. So we get 5r is equal to 25 and r is equal to 5. r 5 ആണെങ്കിൽ എന്ത് കിട്ടും? r+1 is equal to 6. കാരണം ജനറൽ ടേം എന്താണ്? rth ടേം അല്ല, r+1th ടേം ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് പറയണം? The required term അഥവാ x raised to 5 വരുന്ന ടേം, the required term is T6. r 5 കിട്ടിയ ഉടനെ പറയാം r+1 is 6 and the required term is T6. Now what is T6? ഇപ്പോൾ എത്രാമത്തെ ടേം ആണെന്ന് മാത്രമാണ് ക്വസ്റ്റ്യൻ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചാൽ മതി. T6, T7, T8 എന്നൊക്കെ ഓപ്ഷൻ ഉണ്ടാവും. അതിൽ T6 ബബിൾ ചെയ്ത് മുമ്പോട്ട് പോയാൽ മതി. കോഎഫിഷ്യന്റ് ആണ് ക്വസ്റ്റ്യൻ. അതുകൊണ്ട് നമ്മൾ എന്ത് പറയണം? That T6 is equal to, ഇവിടുന്ന് കണ്ടുപിടിക്കണം, ഇവിടെ എവിടെയെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കണം. ഇതാ ഇവിടെ കയറി അങ്ങോട്ട് കൊടുത്താൽ മതി. സോ r ഇവിടെ കൊടുത്താൽ 10C5 5 ആണ് കൊടുക്കേണ്ടത്. ഇവിടെ r+1 ഇവിടെ r ആണ്. 10C5 2 raised to 5 x raised to 5. Now what is 10C5? We know the value of 10C5. 10 into 9 into 8 into 7 into
6 all divided by 1, 2, 3, 4, 5 into 2 raised to 5 is 32 x raised to 5 എല്ലാം കൂടി ഒന്ന് കട്ട് ചെയ്ത് ഫ്രീ ആക്കി എടുത്താൽ 10 ക്യാൻസൽ ആവും. ഹിയർ ഇറ്റ് ഇസ് 3 ആൻഡ് ഹിയർ ഇറ്റ് ഇസ് 2. നൗ ദിസ് ഇസ് 12 into 42 12 into 42 into 32. ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. സോറി, ദിസ് ഇസ് നോട്ട് 12, so 6 into 42. 6 into 42 into 32 നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. മൾട്ടിപ്ലൈ ചെയ്യാനുണ്ട്. ഓക്കെ, എനിവേ കോഎഫിഷ്യൻറ്റ് മിക്കവാറും ഓപ്ഷൻ ഉണ്ടാവും ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാനൊന്നും ഉണ്ടാവില്ല. 10C5 അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. 10C5 into 2 raised to 5 എന്നേ ഉണ്ടാവുള്ളൂ. ഇനി നിങ്ങൾക്ക് അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ ആണെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഇങ്ങനെയും കൂടി എഴുതി വെക്കാം. 6 into 42 into 32 ഇഫ് ഐ എം നോട്ട് മിസ്റ്റേക്കൺ. അതെന്തൊക്കെയോ അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്താലും ആ ടോട്ടൽ കോഎഫിഷ്യൻറ്റ് നിങ്ങൾക്ക് കിട്ടും. ഇവിടുത്തെ കോഎഫിഷ്യൻറ്റ് പോസിറ്റീവ് ആണ്. കാര്യം ഇത് A+B the whole raised to n ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. നെഗറ്റീവ് ടേംസ് വരുന്ന വിഷയമൊന്നുമില്ല. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾ 6 സോൾവ് ചെയ്ത സമയത്ത് ഒരു ഇൻറ്റിജർ വാല്യൂ കിട്ടിയതുകൊണ്ടാണ് ഇതിലെ കാര്യം ഇത്ര എളുപ്പമായത്. ഇനി 6 ഒരു ഫ്രാക്ഷണൽ വാല്യൂ ആണെങ്കിൽ സച്ച് എ ടേം ഡസ് നോട്ട് എക്സിസ്റ്റ്. അങ്ങനെ ടേം എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതിൻ്റെ അർത്ഥം കോഎഫിഷ്യൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നല്ല, കോഎഫിഷ്യൻറ്റ് 0 ആണ്. അതായത് ഒരു പെർട്ടിക്കുലർ ടേം ഇല്ല എന്ന് പറഞ്ഞാൽ ആ ടേമിൻ്റെ കോഎഫിഷ്യൻറ്റ് എത്രയാണ്? 0 ആണ്. അതും കൂടി ഞാനിവിടെ ക്ലോസ് ആയിട്ട് എഴുതി വെക്കുകയാണ്, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. If R obtained, പ്രത്യേകം പഠിച്ചു വെക്കണം, is a fractional value, then ടേമിൻ്റെ കാര്യമാണെങ്കിൽ ഡസ് നോട്ട് എക്സിസ്റ്റ്. കോഎഫിഷ്യൻ്റ് ആണെങ്കിൽ ഡസ് നോട്ട് എക്സിസ്റ്റ് അല്ല, 0. കോഎഫിഷ്യൻ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, 0 ആണ്. then such a term does not exist and coefficient is equal to 0. ഇനി ഇവിടെ പറയാനുള്ള മറ്റൊരു കാര്യമാണ് ടേം ഇൻഡിപെൻഡന്റ് ഓഫ് x. Term independent of x means coefficient of x raised to 0. അപ്പോൾ നേരത്തെ നമ്മൾ 5ലേക്ക് ഇക്വേറ്റ് ചെയ്തതിന് പകരം 0ലേക്ക് ഇക്വേറ്റ് ചെയ്തിട്ടാണ് പ്രൊസീഡ് ചെയ്ത് ഇതേപോലെ പ്രൊസീഡ് ചെയ്താൽ ടേം ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് കിട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. ഇത്രയൊക്കെ ഉള്ളൂ NCERTയിലെ തിയറി. എപ്പോഴും ഞാൻ NCERT മാത്രമല്ല കുറച്ചൊരു എക്സ്റ്റെൻഡ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പുറത്തേക്ക് പറയുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൽ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. എന്നിട്ടാണ് നമുക്ക് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള തിയറി 1 + x ഹോൾ റൈസ് ടു n എക്സ്പാൻഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്തുകൊണ്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ഇതിന് ഇത്തരം ആക്ടിവിറ്റീസ് അതുപോലെ റീപ്ലേസ് ചെയ്തുകൊണ്ട് എക്സിനെ x² കൊണ്ട് x³ കൊണ്ടൊക്കെ റീപ്ലേസ് ചെയ്ത് ഇങ്ങനെ പല രീതിയിലുള്ള മാനിപ്പുലേഷൻസ്, എലിമെൻ്ററി മാനിപ്പുലേഷൻസ് ഓഫ് ദ സീരീസ് 1 + x ഹോൾ റൈസ് ടു n ആൻഡ് 1 - x ഹോൾ റൈസ് ടു n. അതുപോലെ അത്തരത്തിലുള്ള 2 സീരീസുകൾ കമ്പൈൻ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടൊക്കെയുള്ള ടെക്നിക്കുകൾ ഇതൊക്കെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം ഇത്തരം കാര്യങ്ങളൊന്നും തറവാവണം. സോ ലെറ്റ് us go to the questions from these topics.